ഇന്ന് രാത്രിയിൽ വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ ശബ്ദമാണ് നാം കേൾക്കേണ്ടത്. ഇവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ശബ്ദം കേട്ട് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോയത് കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവാത്മാവിന്റെ സ്പർശനമേറ്റ് എനിക്കും നിങ്ങൾക്കും മടങ്ങുവാൻ സാധിച്ചാൽ അതിൽ പരം മറ്റൊരു സ്വർഗീയ അനുഭവം ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കാനില്ല. അപ്പോസ്തലനായ പൗലോസ് എഫീസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം, എഫീഷ്യൻസ് ചാപ്റ്റർ 6 6-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്. ആ വാക്യം വായിച്ച് നിങ്ങളോടും അതേ അഭ്യർത്ഥന കഴിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയ്ക്കായി നിൽക്കുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. എഫീസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. പൗലോസ് അപ്പോസ്തലന്റെ വലിയൊരു അപേക്ഷയാണ് തൻ്റെ ജനത്തോട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനായി നിൽക്കുന്ന ഓരോ സമയത്തും ആ വചനം പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടതിന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൽ പ്രവർത്തിക്കേണ്ടതിന് കേൾവിക്കാരായവരോട് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. യു പ്രേ ഫോർ മീ. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. എങ്കിൽ മാത്രമേ ദൈവവചനത്തിലെ മർമ്മങ്ങളെ പ്രാഗൽഭ്യത്തോടെ കേൾപ്പിക്കുവാൻ, അത് അറിയിക്കുവാൻ തക്കവണ്ണം എനിക്ക് സാധ്യമാവുകയുള്ളൂ. സോ എന്താണ് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യം? കേൾക്കുക മാത്രമല്ല, മനസ്സിൽ ഒരു പ്രാർത്ഥനാ ശബ്ദം. ദൈവമേ, ഇന്ന് ഞാൻ കേൾക്കുന്ന വചനം ദൈവത്തിന്റെ ശബ്ദമാകട്ടെ, ദൈവത്തിന്റെ വചനമാകട്ടെ. അത് പ്രാഗൽഭ്യത്തോടെ പ്രസംഗിപ്പാൻ ആരാണോ അവിടെ നിൽക്കുന്നത് ആ വ്യക്തിയെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ആ ഒരു പ്രാർത്ഥനയോടെ നാം ആരംഭിക്കുകയാണ്. പാട്ടുകാര് ഒരു ചെറിയ സഹായം നൽകേണ്ടതുണ്ട്. പാഠപുസ്തകത്തിലെ 584-ാമത്തെ പാട്ട്, അതിൻ്റെ 1-ാമത്തെയും 5-ാമത്തെയും ഈരടികൾ നാം ഒന്ന് ചേർന്ന് പാടുകയാണ്. ഈ ലോകത്തിൽ നമുക്ക് എത്ര കാലമാണുള്ളത്? ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ പറയുന്നു, നമുക്കുള്ളത് അല്പകാലം മാത്രമാണ്. അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം. സ്വർപ്പൂരമാണെൻ്റെ നിത്യമാം വീട്. ആ പാട്ടിന്റെ ആദ്യത്തെ ഈരടികൾ, 1-ാമത്തെയും 5-ാമത്തെയും ഈരടികൾ നമുക്ക് ഏവർക്കും പാട്ടുകാരും ഒത്തുചേർന്ന് പാടാം. ഈ പാട്ട് പാടുമ്പോൾ നിങ്ങൾ എല്ലാവരും ആ പാട്ട് കേട്ട് മനസ്സിൽ ദൈവത്തിന് സ്തോത്രം ചെയ്ത് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിക്കായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. എന്റെ നിത്യമ
നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ കേൾവിക്കായി പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലിന് വേണ്ടി നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം. നാം ശ്രദ്ധയോടെ ദൈവത്തിൻ്റെ വചനം കേൾക്കേണ്ടതിനും ആ വചനം പ്രാഗൽഭ്യത്തോടെ ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ പ്രസംഗിക്കേണ്ടതിനും ആ വചനം ദൈവത്തിൻ്റെ വചനം അത്ഭുതകരമായൊരു പ്രവൃത്തി നമ്മുടെ ജീവിതങ്ങളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ സഭകളിൽ ചെയ്യേണ്ടതിനും നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ലോകത്തിൽ ഞങ്ങൾക്കുള്ളത് വെറും അല്പകാലം മാത്രമാണ്. ഈ ലോകത്തിൽ ഞങ്ങൾക്കുള്ളത് അല്പകാലം മാത്രമാണ്. ആ അല്പകാലം ഞങ്ങൾക്കുള്ള അവകാശം എന്നതോ കഷ്ടതയും ദുഃഖവും പ്രയാസവും ശോധനയുമാണ്. ദൈവത്തിന്റെ തിരുവെഴുത്തുകളിലൂടെ സഞ്ചരിച്ച് പരിശുദ്ധാത്മാവിന്റെ ശക്തികളെ പ്രാപിച്ചുകൊണ്ട് ആത്മാവിന്റെ ഫലങ്ങളാലും വരങ്ങളാലും നിറയപ്പെടുവാൻ ഇന്ന് രാത്രിയിൽ അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കണമേ പിതാവേ. അവിടുത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ വലിയൊരു ഉണർവും നവീകരണവും ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുവാൻ, ഈ ലോകത്തെക്കാളും ഉപരി ദൈവത്തെ സ്നേഹിപ്പാൻ, ദൈവത്തിന്റെ തിരുവെഴുത്തുകളെ സ്നേഹിപ്പാൻ, ഉയരത്തിലുള്ളതിനെ ചിന്തിപ്പാൻ, സ്വർഗീയമായതിനെ എപ്പോഴും ആഗ്രഹിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവത്തിന്റെ തിരുവെഴുത്തുകളിലേക്ക് ഞങ്ങളിതാ പ്രവേശിക്കുന്നു. ഓരോ തിരുവെഴുത്തുകളും ഞങ്ങൾ വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ അതിലെ മർമ്മങ്ങളെ തിരിച്ചറിയുവാൻ, മനസ്സിലാക്കുവാൻ ഇന്ന് രാത്രി അവിടുത്തെ ജനത്തിന് അത്ഭുതകരമായ ബലവും ശക്തിയും അവിടുന്ന് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബലഹീനനായ അടിയനെ അവിടുന്ന് അവിടുത്തെ കരങ്ങളിൽ വഹിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ. അപ്പോസ്തലനായ പൗലോസിനെ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ ശക്തിപ്പെടുത്തിയ അതേ ദൈവം ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ വചനത്തെ പ്രസംഗിക്കുവാനുള്ള കൃപയും ശക്തിയും നൽകി അടിയനെയും ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ തിരുനാമത്തിന് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ഉണർവ് യോഗങ്ങളുടെ രണ്ടാമത്തെ രാത്രിയാണ്. വളരെ പ്രാർത്ഥനയോടെയാണ് നാം ഈ രണ്ടാമത്തെ രാത്രിയിൽ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുവാനായി കടന്നു പോകുന്നത്. ഇപ്രകാരം ഒരു മീറ്റിംഗ്, ഇപ്രകാരം ഒരു ഉണർവ് യോഗങ്ങൾ സംഘടിപ്പിക്കുവാൻ പരിശുദ്ധനായ ദൈവം ഈ കുമ്പനാട് സഭയെ പരിശുദ്ധാത്മാവിൽ ഒരുക്കിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് പാസ്റ്റർ വി.കെ. ജോൺ, അദ്ദേഹത്തിന്റെ കുടുംബം ഇപ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനയോടെ തീരുമാനിക്കുകയും കുമ്പനാട് സഭ ഒന്നടങ്കം ആ തീരുമാനത്തോട് യോജിക്കുകയും അവിടുത്തെ ശുശ്രൂഷകന്മാർ ചേർന്ന് വലിയൊരു കൂട്ടായ്മ, ഇപ്രകാരം ഒരു യോഗം സംഘടിപ്പിക്കുവാൻ ദൈവം ഒരുക്കിയ മുഖാന്തിരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഉറപ്പായും ഈ കൂട്ടായ്മകൾ, ഈ ഉണർവ് യോഗങ്ങൾ നമുക്ക് എല്ലാവർക്കും വലിയൊരു അനുഗ്രഹമായി തീരും എന്ന ചിന്തയോടെ, എന്ന പ്രാർത്ഥനയോടെ, എന്ന ഉറപ്പോടെ ദൈവത്തിന്റെ വചനത്തിലൂടെ സഞ്ചരിക്കുവാൻ നമുക്ക് ഏവർക്കും നമ്മെ തന്നെ സമർപ്പിക്കാം. സങ്കീർത്തനക്കാരന്റെ ഒരു പ്രാർത്ഥന വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനക്കാരന്റെ ഒരു പ്രാർത്ഥന 85-ാം സങ്കീർത്തനം നാം വായിപ്പാൻ മനസ്സ് വെച്ചാൽ 85-ാം സങ്കീർത്തനം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന? നിന്റെ ജനം, ആര്? ദൈവത്തിന്റെ ജനം ദൈവത്തിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ? എന്താണ് സങ്കീർത്തനക്കാരന്റെ പ്രാർത്ഥന? ഈ ലോകത്തിൽ എന്തെങ്കിലും നന്മകൾ തരണമേ എന്നല്ല, ഈ ലോകത്തിലെ ഭൗതികമായ അവകാശങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ എന്നല്ല. സങ്കീർത്തനക്കാരൻ ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? Will you not revive us again? അവിടുന്ന് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ഇന്ന് നമുക്ക് ആവശ്യം ക്രിസ്തുവിൽ ജീവനാണ്. നമുക്കില്ലാത്തതും അത് തന്നെയാണ്. നമുക്കാർക്കും ജീവനില്ല, നമുക്കാർക്കും വലിയൊരു ഓജസ്സില്ല. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ ജനം ആത്മാവിൽ എരിവോടെ ദൈവത്തിന് വേണ്ടി സഞ്ചരിച്ചതുപോലെ മുന്നോട്ട് സഞ്ചരിക്കുവാനുള്ള ആ വലിയൊരു ആനന്ദം, ആ വലിയൊരു പ്രാപ്തി, ആ വലിയൊരു ശക്തി ഇന്ന് ഈ നാളുകളിൽ നമുക്ക് ആവശ്യമാണ്. ആ ശക്തി നൽകുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ്
സങ്കീർത്തനക്കാരൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, will you not revive us again? അവിടുന്ന് ഞങ്ങൾ നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? യഹോവേ, നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത് ഞാൻ കേൾക്കും. അവർ ഭോഷത്വത്തിലേക്ക് വീണ്ടും തിരിയാതിരിക്കേണ്ടതിന് അവൻ തന്റെ ജനത്തോടും തന്റെ ഭക്തന്മാരോടും സമാധാനം അരുളും. തിരുമഹത്വം നമ്മുടെ ദേശത്തിൽ വസിക്കേണ്ടതിന് അവന്റെ രക്ഷ അവന്റെ ഭക്തന്മാരോട് അടുത്തിരിക്കുന്നു. നിശ്ചയം ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റിരിക്കുന്നു, നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു. ദൈവം നമ്മിൽ അപ്രകാരം ജീവനെ പകരുമ്പോൾ പരിശുദ്ധാത്മാവിൽ നിറവും ദയയും വിശ്വസ്തതയും നീതിയും സമാധാനവും ദൈവത്തിന്റെ സകല സ്വഭാവവും നമ്മുടെ ഉള്ളിൽ നിറയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ദൈവം നമുക്ക് ജീവനെ നൽകട്ടെ. ആ പ്രാർത്ഥനയോടെ സങ്കീർത്തനക്കാർ തന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്താണ് 25-ാം അധ്യായം മത്തായിയുടെ പുസ്തകം 5 മുതൽ വായിക്കുവാൻ സാധിക്കുന്നത്? 25-ാം അധ്യായം മത്തായിയുടെ പുസ്തകം 5 മുതൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ പറയുകയാണ്, പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും എന്താ ചെയ്തത്? എല്ലാവരും എന്ത് ചെയ്തു? മണവാളൻ വരുവാൻ താമസിക്കുന്നത് കണ്ടപ്പോൾ എല്ലാവരും എന്ത് ചെയ്തു? മയക്കം പിടിച്ച് ഉറങ്ങി. ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരും എല്ലാവരും ഉറങ്ങി എന്ന് യേശുക്രിസ്തു പറഞ്ഞു. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവിൻ എന്ന് ആർപ്പുവിളി ഉണ്ടായി. അർദ്ധരാത്രിക്കോ എല്ലാവരും ഉറങ്ങിക്കിടക്കുകയാണ്, എല്ലാവരും ഉറക്കത്തിലാണ്, എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങുന്ന ആ രാത്രിയിൽ അർദ്ധരാത്രിക്കോ ഇതാ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ ഒരുങ്ങുവൻ, എഴുന്നേൽക്കുവൻ, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവൻ എന്ന ആർപ്പുവിളി ഉണ്ടായി എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ വരവ് ഏറ്റവും സമീപമായിരിക്കുന്ന ഈ നാളുകളിൽ യേശുക്രിസ്തുവിന്റെ വരവ് ഇതാ ഏറ്റവും അടുത്തിരിക്കുന്നു, അവനെ എതിരേൽപ്പാൻ തക്കവണ്ണം പുറപ്പെടുവിൻ എന്ന ആഹ്വാനം ലഭിക്കുമ്പോൾ നമ്മിൽ എത്ര പേരായിരിക്കും എഴുന്നേറ്റ് യേശുവിനെ എതിരേൽക്കുവാൻ തക്കവണ്ണം ആ കൂട്ടത്തിൽ നിൽക്കുവാൻ പോകുന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രിയിൽ ചില വചന യാഥാർത്ഥ്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. ഇന്ന് ഈ രാത്രിയിൽ ഈ ആലയത്തിൽ കടന്നു വന്ന് ദൈവത്തിന്റെ വചനം എന്ത് സംസാരിക്കണം എന്ന ദൈവത്തോടുള്ള ആലോചനയിൽ ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം എൻ്റെ ഉള്ളത്തിൽ നൽകിയത് വളരെ നാളുകളായി ഞാൻ പഠിച്ചു പോരുന്ന, വളരെ നാളുകളായി പങ്കുവയ്ക്കുവാൻ തക്കവണ്ണം മനസ്സിൽ എപ്പോഴും വെമ്പലോടെ കഴിയുന്ന ചില വേദഭാഗങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇപ്രകാരം ഈ തിരുവെഴുത്തുകൾ ആദ്യമായി കേൾക്കുവാൻ പോവുകയായിരിക്കാം. അത് മറ്റൊന്നുമല്ല, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം. ഏതാ അധ്യായം? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായം. എനിക്ക് വേദപുസ്തകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പുസ്തകമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. പലയിടങ്ങളിലും അത് പ്രസംഗിക്കുവാനും അനേകരെ പഠിപ്പിക്കുവാനും സ്വയം പഠിക്കുവാനും എനിക്ക് ദൈവം അവസരം നൽകിയ, ഏറ്റവും സമയം നൽകിയ ഒരു പുസ്തകമാണ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം. ഈ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 11-ാമത്തെ അധ്യായത്തിൽ എന്താണ് ഈ ലോകത്തിൽ നടക്കുന്നത്, എന്തൊക്കെയാണ് ഈ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായ ഒരു നേർചിത്രം, ഒരു രേഖാചിത്രം പരിശുദ്ധനായ ദൈവം വരച്ചു വെച്ചിരിക്കുന്നു. We will be astonished. നാം ഓരോരുത്തരും അതിശയിച്ചു പോകും. എത്ര വ്യക്തമായിട്ടാണ് ഈ ലോകത്തിലെ സംഭവങ്ങളെ ദൈവം ആത്മീയ ഭാഷയിലൂടെ ഈ വേദഭാഗങ്ങളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നാം അതിശയിച്ചു പോകും. ഈ അധ്യായത്തിൽ അല്ലെങ്കിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിലൂടെ നാം സഞ്ചരിക്കുകയാണ്. എല്ലാ വാക്യങ്ങളും സഞ്ചരിക്കുവാൻ നമുക്ക് സമയം പോരാ. എന്നാൽ ഇന്ന് രാത്രിയിൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 40 മുതൽ
2 വാക്യങ്ങൾ 40 മുതൽ 41 വരെ. 40-ാമത്തെ വാക്യം, 41-ാമത്തെ വാക്യം. ഈ 2 വാക്യങ്ങൾ നാം ആഴമായി പഠിക്കുവാൻ, ചിന്തിക്കുവാൻ കടന്നു പോവുകയാണ്. ഈ വാക്യങ്ങൾ വലിയ മർമ്മങ്ങൾ ദൈവം എഴുതിയിരിക്കുന്ന, രേഖപ്പെടുത്തിയിരിക്കുന്ന വേദവാക്യങ്ങളാണ്. പരിശുദ്ധാത്മാവിൻ്റെ അതിഭയങ്കരമായ ഇടപെടലില്ല എങ്കിൽ ഈ വചനത്തിലെ സത്യങ്ങളെ, ആഴങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധ്യമല്ല. അത് പ്രസംഗിപ്പാൻ എനിക്കൊട്ടും സാധ്യമല്ല. ആകയാൽ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതിന് ഏറ്റവും അത്യാവശ്യമാണ് എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. 11-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ എല്ലാവരും വേദപുസ്തകം തുറന്ന് വായിക്കുക, അതിൽ ശ്രദ്ധിക്കുക. 11-ാം അധ്യായത്തിന്റെ ആരംഭത്തിൽ പരിശുദ്ധനായ ദൈവം എന്ത് ചെയ്യുകയാണ്? തിരിച്ചു വീണ്ടും മേദ്യ പേർഷ്യ സാമ്രാജ്യത്തിലേക്ക് ചെല്ലുകയാണ്. മേദ്യ പേർഷ്യ സാമ്രാജ്യം, ബാബിലോൺ സാമ്രാജ്യത്തെ തകർത്ത് ഈ ലോകത്തിൽ അധികാരം സ്ഥാപിച്ച മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെ കുറിച്ച് 11-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യത്തിൽ ആരംഭം പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. ഈ അധ്യായത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. എന്താണെന്നറിയാമോ? ഏകദേശം 12 പ്രാവശ്യം ഈ അധ്യായത്തിലുടനീളം പരാമർശിക്കപ്പെടുന്ന ഒരു പ്രത്യേക വാക്കുണ്ട്. ആ വാക്കാണ് സ്റ്റാൻഡ് എന്ന പദപ്രയോഗം. എഴുന്നേറ്റു നിന്നു, എഴുന്നേറ്റു നിന്നു. ആ പദം നിങ്ങൾ എവിടെയൊക്കെ ഈ അധ്യായത്തിൽ വായിപ്പാൻ ഇടയായാലും ആ വാക്യത്തിന്റെ അർത്ഥം, ആ വാക്കിന്റെ അർത്ഥം എന്നത് ഒരു അധികാര കൈമാറ്റം ഈ ലോകത്തിൽ നടക്കുന്നു എന്നതിന്റെ സൂചനയാണ് അത് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. സോ whenever the word stand mentions in that particular chapter, അതിനർത്ഥം ഇത് അധികാര കൈമാറ്റം ലോകത്തിൽ സംഭവിച്ചിരിക്കുന്നു. അത് 12 പ്രാവശ്യം 11-ാം അധ്യായം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വായിക്കുവാൻ തക്കവണ്ണം സാധിക്കും. 11 പ്രാവശ്യം. ആദ്യം എന്താ കാണുന്നത്? മേദ്യ പേർഷ്യ സാമ്രാജ്യം. ഈ സാമ്രാജ്യം പരിശോധിച്ചാൽ പേർഷ്യൻ സാമ്രാജ്യത്തിനായിരുന്നു ശക്തി കൂടുതൽ. അവർക്കായിരുന്നു കൂടുതൽ പ്രാപ്തിയും കഴിവും ഒക്കെ ഉണ്ടായിരുന്നത്, പേർഷ്യൻ സാമ്രാജ്യം. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ ശ്രദ്ധിക്കുവാൻ പോകുന്നത് 40-ാമത്തെ വാക്യം മുതലാകയാൽ വേഗത്തിൽ ഈ അധ്യായത്തിലെ പ്രസക്തമായ ചില ഭാഗങ്ങൾ ഞാൻ ഓടിച്ചു പോവുകയാണ്. മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെക്കുറിച്ച് ആമുഖമായി പറഞ്ഞതിന് ശേഷം എന്താ സംഭവിക്കുന്നത്? ഗ്രീക്ക് സാമ്രാജ്യത്തിന് ഈ സാമ്രാജ്യം വഴിമാറി കൊടുക്കുന്ന കാഴ്ചകളെ കുറിച്ച് ഈ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. 1-ാമത്തെ വാക്യം, ഞാനോ മേദ്യനായ ദാര്യാവേശിന്റെ 1-ാം ആണ്ടിൽ അവനെ ഉറപ്പിപ്പാനും ബലപ്പെടുത്തുവാനും എഴുന്നേറ്റു നിന്നു. ഇപ്പോഴോ ഞാൻ നിന്നോട് സത്യം അറിയിക്കാം, പാർസി ദേശത്ത് ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. 4-ാമത്തവൻ എല്ലാവരിലും അധികം ധനവാൻ ആയിരിക്കും. അവൻ ധനം കൊണ്ട് ശക്തിപ്പെട്ടു വരുമ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിന് നേരെ ഉദ്യോഗിപ്പിക്കും. പിന്നെ വിക്രമനായ ഒരു രാജാവ് എഴുന്നേൽക്കും. എന്താണ് എഴുന്നേൽക്കും എന്ന പദത്തിന്റെ അർത്ഥം? അധികാര കൈമാറ്റം. ഗ്രീക്ക് സാമ്രാജ്യം മേദ്യ പേർഷ്യ സാമ്രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ട് ഗ്രീക്ക് സാമ്രാജ്യം, വിക്രമനായ ഒരു രാജാവ്, അത് മറ്റാരുമല്ല അലക്സാണ്ടർ ചക്രവർത്തി എഴുന്നേൽക്കുന്നു. ഈ അധ്യായം എത്ര മനോഹരമാണ് എന്നറിയാമോ? ഓരോ വാക്യങ്ങളും നാം പരിശോധിച്ചാൽ മേദ്യ പേർഷ്യ സാമ്രാജ്യം ഗ്രീക്ക് സാമ്രാജ്യത്തിന് വഴിമാറുന്നു. എന്നാൽ 11-ാം അധ്യായം കൂടുതൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ ഈ ലോകത്തിലേക്കുള്ള കടന്നുവരവും, റോമൻ സാമ്രാജ്യം ഈ ലോകത്തിൽ നിലനിൽക്കുമ്പോൾ ആ സാമ്രാജ്യത്തിന്റെ ശക്തികൾ ഈ ലോകത്തിൽ അടക്കി ഭരിക്കുമ്പോൾ യേശുക്രിസ്തു 2ാമത് വരും എന്ന വലിയ വിവരണം ഈ അധ്യായത്തിലൂടെ നമുക്ക് വായിക്കുവാൻ, പഠിക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഈ അധ്യായത്തിലുടനീളം ആദ്യത്തെ 2-3 വാക്യങ്ങൾ മാറ്റി നിർത്തിയാൽ ഈ അധ്യായത്തിൽ ശേഷിക്കുന്ന വാക്യങ്ങളൊക്കെ തന്നെ റോമൻ സാമ്രാജ്യം ഭരിക്കുവാൻ തക്കവണ്ണം ഇടയായ ഓരോ രാജാക്കന്മാരെ കുറിച്ച്, ഓരോ ചക്രവർത്തിമാരെ കുറിച്ച് തിരുവെഴുത്തുകൾ വളരെ ഭംഗിയായി വ്യക്തമായി പഠിപ്പിക്കുന്നു. അഗസ്റ്റസ് സീസർ, ജൂലിയസ് സീസർ, ഇവരെ കുറിച്ചൊക്കെ ഈ അധ്യായത്തിൽ വ്യക്തമായ പരാമർശമുണ്ട്. ഇത് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ വി വിൽ ബി അസ്റ്റോണിഷ്ഡ്, നാം തീർച്ചയായും അതിശയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. എന്നാൽ ഇന്ന് ഈ രാത്രിയിൽ 2 വാക്യങ്ങളിലൂടെയാണ് നാം സഞ്ചരിക്കുവാൻ പോകുന്നത്. കാരണം നമ്മെ ബാധിക്കുന്ന 2 വാക്യങ്ങൾ, നമ്മുടെ ചരിത്രം പറയുന്ന 2 വാക്യങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ വായിക്കുവാനായിട്ട് പോവുകയാണ്. 40-ാമത്തെ വാക്യം ഒന്ന് ഉറച്ചു വായിച്ചാലോ?
പിന്നെ ഏത് കാലത്ത്? അന്ത്യകാലത്ത്. പിന്നെ അന്ത്യകാലത്ത് റോമൻ സാമ്രാജ്യം, 11-ാമത്തെ അധ്യായത്തിൽ റോമൻ സാമ്രാജ്യത്തെ നമുക്ക് വിശദമായി കാണുവാൻ സാധിക്കുന്നു. ആ സാമ്രാജ്യം എപ്രകാരമാണ് അലക്സാണ്ടർ ചക്രവർത്തിയെ തകർത്ത് ആ സാമ്രാജ്യത്തെ നിലം പരിശാക്കി ഈ ലോകത്തെ അടക്കി ഭരിക്കുന്നത് എന്ന് ഓരോ വാക്യങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ട് ഒടുവിൽ 40-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, അന്ത്യകാലത്ത് ഏത് രാജാവ്? തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്ത് മുട്ടും. വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റുപോലെ അവന്റെ നേരെ വരും. അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞ് കടന്നു പോകും. അവൻ മനോഹര ദേശത്തിലേക്കും കടക്കും. 10,000 പേർ ഇടറി വീഴും. എങ്കിലും ഏദോമും മോവാബും അമോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്നും വഴുതി പോകും. ഈ 2 വാക്യങ്ങളിലാണ് നാം ശ്രദ്ധിക്കുവാൻ പോകുന്നത്. ഈ വാക്യം വായിച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? എന്താ മനസ്സിലായത്? ഇത് മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകളും ദൈവത്തിൻ്റെ വചനത്തിലൂടെ സഞ്ചരിക്കേണ്ടിയതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ സാന്നിധ്യവും നമ്മിൽ തീർച്ചയായും ആവശ്യമാണ്. എന്താണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് പഠിക്കുവാൻ, മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്? ഈ വാക്യം 40-ാമത്തെ വാക്യത്തിൽ തുടങ്ങി ദൈവത്തിൻ്റെ ജനത്തോട് ആത്മീയ അർത്ഥത്തിൽ പരിശുദ്ധനായ ദൈവം ചില കാര്യങ്ങൾ പറയുകയാണ്. അത് നമ്മെ ബാധിക്കുകയാണ്. ആരാണ് അന്ത്യകാലത്ത് ഇടറി വീഴുവാൻ പോകുന്ന 10,000 പേർ? അയ്യോ, ഞാനിത് പഠിക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ എൻ്റെ കൈകാലുകൾ ആടുവാൻ തുടങ്ങി. വീഴുന്നവർ ആരാണ്? ഈ വീണു പോകുന്നവർ ആരാണ്? ആരായിരിക്കും അന്ത്യകാലത്ത് യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപ് 10,000 പേർ ഇടറി വീഴും എന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഇടറി വീഴുവാൻ പോകുന്നവർ ആരാണ് എന്ന ചിന്ത, എന്ന ബോധ്യം വല്ലാതെ ഒരു നടുക്കത്തോടു കൂടി മാത്രമേ വായിപ്പാനും പഠിക്കുവാനും തക്കവണ്ണം ഇടയായി തീർന്നുള്ളൂ. അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്ത് മുട്ടും. ആരാണ് ഈ തെക്കേ ദേശത്തിലെ രാജാവ് എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുവാൻ പോവുകയാണ്. തെക്കേ ദേശത്തിലെ രാജാവ്, ഇവിടെ ഇസ്രായേലിനെ, ദൈവജനത്തെ ഒത്ത നടുവിൽ നിർത്തിക്കൊണ്ട് ദൈവം ഈ ലോകത്തിൽ നടക്കുന്ന സകല സംഭവങ്ങളെ എന്ത് ചെയ്യുന്നു? ചിത്രീകരിക്കുന്നു. നാം ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ വേദപുസ്തകം വായിപ്പാനുള്ള മനസ്സോടെ, പഠിപ്പാനുള്ള താല്പര്യത്തോടെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പായും ഈ സത്യങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. കാരണം എനിക്ക് മനസ്സിലായത്, റിവൈവൽ കംസ്, ഏത് വന്നത്? റിവൈവൽ എന്നത് ഒരു 5,000 പ്രൈസ് ദി ലോർഡ് പറഞ്ഞതുകൊണ്ടോ ഒരു 50,000 ഹല്ലേലൂയ പറഞ്ഞതുകൊണ്ടോ എന്ത് വരില്ല? റിവൈവൽ വരില്ല. റിവൈവൽ കംസ് ബൈ സ്റ്റഡിയിങ് ഗാഡ്സ് വേർഡ്. ദൈവത്തിന്റെ വചനത്തിന്റെ പഠനമാണ് എന്തുണ്ടാക്കുന്നത്? എല്ലാ കാലത്തും ഉണർവുണ്ടാക്കിയത്. എല്ലാ കാലത്തും ആയിരക്കണക്കിന് മനുഷ്യരിൽ ഉണർവുണ്ടായതും അവർ സകലത്തെയും ത്യാഗം ചെയ്ത് ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി മുന്നേറുവാൻ ഇടയായതും ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ അവർ മനസ്സ് വെച്ചത് കൊണ്ടാണ്. 1800-കളിൽ വില്യം മില്ലർ എന്ന ഒരു കർഷകൻ, എന്ന ഒരു സാധാരണക്കാരൻ, എന്ന ഒരു പഴയ പട്ടാളക്കാരൻ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ മനസ്സ് വെച്ചപ്പോൾ ആ നിസ്സാരനായ ഒരു മനുഷ്യനിലൂടെ ലോകത്തെ മുഴുവനും ഇളക്കി മറിക്കത്തക്കതായ ഒരു ഉണർവ് ദൈവം കാരണമാക്കി തീർത്തു. 1500-കളിൽ ദൈവം എന്ത് ചെയ്തു? നവീകരണകർത്താക്കൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ അതിലെ സത്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വചനം ഈ ലോകത്തോട് അറിയിപ്പാൻ തക്കവണ്ണം എഴുന്നേൽക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് വചന പഠനമാണ് നമ്മിൽ ഉണർവുണ്ടാക്കുന്നത്, നമ്മിൽ ബോധ്യമുണ്ടാക്കുന്നത്, ചില യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നത് എന്ന് നാം ഒരിക്കലും മറന്നു പോകരുത്. ആരാണ് ഈ തെക്കേ ദേശത്തിലെ രാജാവ്? നാം വേദപുസ്തകം പഠിക്കുമ്പോൾ ചരിത്രപരമായിട്ടാണെങ്കിൽ പോലും,
ചരിത്രപരമായിട്ടായാലും അല്ലെങ്കിൽ ലിറ്ററലായിട്ട് ചിന്തിക്കുമ്പോൾ തെക്കേ ദേശത്തിലെ രാജാവ് ഈജിപ്റ്റ് എന്ന് ആണ് നാം മനസ്സിലാക്കുന്നത്. എന്നാൽ അതിൻ്റെ ആത്മീയ അർത്ഥം എന്താണ് എന്ന് നാം ഈ രാത്രിയിൽ ചിന്തിക്കുവാൻ പോവുകയാണ്. ചരിത്രപരമായി പരിശോധിച്ചാൽ ഇസ്രായേലിന്റെ തെക്ക് ഭാഗത്തായി ഈജിപ്തിനെ കാണുവാൻ സാധിക്കുന്നു. ഈ ഈജിപ്ത്, ഈ മിസ്രയീം അല്ലെങ്കിൽ ഈ തെക്കേ ദേശം എന്നത് എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ ഇത്രമാത്രം പ്രസക്തമായിട്ടുള്ളതെന്ന് ചോദിച്ചാൽ, പുറപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായം, പുറപ്പാട് പുസ്തകം 5-ാമത്തെ അധ്യായം 1 മുതൽ നമുക്കൊന്ന് വായിക്കാം. ഈ ബോക്സിനൊരു സൗണ്ട്. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം 1 മുതൽ നമുക്കൊന്ന് വായിക്കാം. ഇവിടെ ദൈവത്തിന്റെ വചനം നാം പരിശോധിച്ചാൽ വേദപുസ്തക ചരിത്രത്തിൽ ഏത് രാജ്യങ്ങളെ കുറിച്ച് പഠിക്കുവാൻ മനസ്സ് വെച്ചാലും ദൈവത്തിന്റെ ആ ഒരു അസ്തിത്വത്തെ, ദൈവം എന്ന ആ ഒരു വ്യക്തിത്വത്തെ പൂർണ്ണമായും തിരസ്കരിച്ച, പൂർണ്ണമായും തള്ളിക്കളഞ്ഞ ഒരു രാജ്യമുണ്ടെങ്കിൽ അത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഏത് രാജ്യം എന്നാണ്? ഈജിപ്ത് അല്ലെങ്കിൽ മിസ്രയീം എന്ന ദേശമാണ്. ദൈവഭയമില്ല, ദൈവം ഇല്ലേ ഇല്ല എന്ന ചിന്താഗതിക്കാർ, ഞങ്ങൾ ഇസ്രായേലിനെ വിട്ടയക്കുവാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് യഹോവ ആരാണ്? അവൻ ആരാണ്? ഞാൻ യഹോവയെ അറിയുകയില്ല എന്ന് പറയുവാൻ ഇടയായ ശക്തി, ആ ശക്തി എല്ലാ കാലത്തും എന്ത് ചെയ്തിരിക്കുന്നു? ദൈവത്തെ എതിർക്കുവാൻ, ദൈവത്തെ എതിർത്ത് മുട്ടുവാൻ അവൻ എപ്പോഴും ശീലം ചെയ്ത, അല്ലെങ്കിൽ അപ്രകാരം ഒരു സ്വഭാവത്തെ പ്രകടിപ്പിച്ച ഒരു ശക്തിയായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ വാക്യം അല്ലെങ്കിൽ 40-ാമത്തെ വാക്യത്തിൽ തുടങ്ങി തെക്കേ ദേശത്തിലെ രാജാവ് എന്ന പദപ്രയോഗം എന്തിനു സൂചിപ്പിക്കുന്നു? ദൈവത്തിനെതിരായി അണിനിരക്കപ്പെട്ട, ദൈവത്തിന്റെ ശക്തികൾക്കെതിരായി, ദൈവത്തിന്റെ ഇടപെടലുകൾക്കെതിരായി ഈ ലോകത്തിൽ അണിനിരന്ന ചില രാജ്യങ്ങളെ, ചില സാമ്രാജ്യ ശക്തികളെ, ചില ആത്മീയ അന്ധകാര ശക്തികളെ ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം ബൈബിൾ ഉപയോഗിക്കുകയാണ്. എന്താണ് ഇവിടെ കാണുന്നത്? തെക്കേ ദേശത്തിലെ രാജാവ് വടക്കേ ദേശത്തിലെ രാജാവിനോട് എതിർത്ത് മുട്ടുന്നു. ഈ വാക്യത്തിൽ തുടങ്ങി വേദപുസ്തകത്തിന്റെ ആരംഭകാലം മുതൽ ലിറ്ററലി, ജിയോഗ്രഫിക്കലി, ചരിത്രപരമായി അല്ലെങ്കിൽ സ്ഥലപരമായിട്ടൊക്കെ മിസ്രയീമിനെയാണ് തെക്കേ ദേശം എന്ന് ബൈബിൾ സൂചിപ്പിക്കുന്നത് എങ്കിലും 40-ാമത്തെ വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ എന്ത് കാണുവാൻ സാധിക്കുന്നു? ആ കാലത്ത് വടക്കേ ദേശത്തിലെ രാജാവിനോടും ഈ ലോകത്തോടും തന്നെ ശക്തമായി ദൈവത്തിനെതിരായി നിലയുറപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായ ഫ്രാൻസിനെ കുറിച്ച്. ഏത് ഫ്രാൻസ്? നിരീശ്വരവാദം, വചനത്തെ, വേദപുസ്തകത്തെ നടുത്തളത്തിൽ വലിച്ചെറിഞ്ഞ, വേദപുസ്തകത്തെ നടുറോട്ടിൽ ചവിട്ടിക്കളഞ്ഞ, വേദപുസ്തകത്തെ പരസ്യമായി കത്തിച്ചു കളയുന്ന, വേദപുസ്തകത്തെ അധിക്ഷേപിക്കുന്ന, ദൈവത്തോട് വളരെ മോശമായി അധിക്ഷേപ വാക്കുകൾ പറയുന്ന ആ ഫ്രാൻസിലെ ചക്രവർത്തിമാർ അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷൻ അപ്രകാരം എന്ത് ചെയ്യുന്നു? ലോകത്തിൽ പുറപ്പെടുവിക്കപ്പെടുന്നു. 40-ാമത്തെ വാക്യത്തിൽ തുടങ്ങി നാം വേദപുസ്തകം പരിശോധിക്കുമ്പോൾ എന്താ കാണുന്നത്? എതിർത്തുമുട്ടൽ. എന്താണ് ഈ എതിർത്തുമുട്ടൽ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് അറിയാമോ? എതിർത്തുമുട്ടൽ എന്ന പദപ്രയോഗം 8-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 4-ാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ എന്താണ് കണ്ടത്? ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും ഇടിക്കുന്നത് ഞാൻ കണ്ടു. എന്താ ചെയ്തത്? ആ ആട്ടുകൊറ്റൻ പടിഞ്ഞാറോട്ടും ലിഡിയ, വടക്കോട്ടും ബാബിലോൺ, തെക്കോട്ട് ഈജിപ്ത് ഇടിക്കുന്നത് ഞാൻ കണ്ടു. ഈ ഇടിക്കൽ
എന്ന പ്രയോഗം ഒരു സാമ്രാജ്യം മറ്റൊരു സാമ്രാജ്യത്തെ നശിപ്പിക്കുവാൻ, അവരെ കീഴ്പ്പെടുത്തുവാൻ, അവരെ ആക്രമിക്കുന്നതിന് അല്ലെങ്കിൽ അവരെ ആക്രമിക്കുന്നതിന് നമ്മെ ബോധ്യപ്പെടുത്തുവാൻ ദൈവത്തിന്റെ വചനം ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ് ഇടിച്ച് അല്ലെങ്കിൽ ഇടിക്കുക, എതിർത്ത് മുട്ടുക എന്ന പ്രയോഗം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? തെക്കേ ദേശത്തിലെ രാജാവ് എന്ത് ചെയ്യുന്നു? വടക്കേ ദേശത്തിലെ രാജാവിനോട് എതിർത്ത് മുട്ടുന്നു. വടക്കേ ദേശത്തിലെ രാജാവ് ആദിമകാലം മുതൽ എന്ത് ചെയ്യുന്നു? വടക്ക് നിന്നും ഒരു സൈന്യം വരുന്നു, വടക്ക് നിന്നും ഒരു സൈന്യം വരുന്നു എന്ന് ധാരാളം വേദഭാഗങ്ങൾ നമുക്ക് വായിക്കുവാൻ ഇടയുണ്ടെങ്കിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. യിരെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം വേഗത്തിൽ ഒന്ന് വായിക്കാം. യിരെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം എന്താ പറയുന്നത്? യിരെമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം കിട്ടിയില്ലേ? ദേശത്തിലെ സർവ്വനിവാസികൾക്കും അനർത്ഥം വരും. ഞാൻ വടക്കേ രാജ്യങ്ങളിലെ വംശങ്ങളെ ഒക്കെയും വിളിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇവിടെ എന്ത് ചെയ്യുന്നു? വേദപുസ്തകം ആരംഭം മുതൽ തന്നെ വടക്കേ ദേശം, വടക്കേ ദേശത്തിലെ രാജാവ് എന്നൊക്കെ പരാമർശിക്കുന്നത് ബാബിലോൺ എന്ന് ആ ക്രൂരമായ, വളരെ ഭയാനകമായ പ്രത്യാഘാതങ്ങൾ ഈ ലോകത്തിലെ ഓരോ ജനത്തിനും വരുത്തിവെച്ച ബാബിലോൺ സാമ്രാജ്യത്തെ ചൂണ്ടിക്കാണിക്കുവാനാണ്. എന്നാൽ ഈ 40-ാമത്തെ വാക്യം മുതൽ വേദപുസ്തകം ആത്മീയ അർത്ഥത്തിൽ ഈ ലോകത്തിൽ നടക്കുന്ന അന്ധകാര ശക്തികളെ കുറിച്ചും അന്ധകാര നിബിഡമായ പോരാട്ടങ്ങളെ കുറിച്ചും ഒക്കെ പരാമർശിക്കുന്നു. എന്താ കാണുന്നത്? തെക്കേ രാജാവ് ഫ്രാൻസ് ആയിട്ട് മാറുമ്പോൾ അവർ ഈ ലോകത്തിൽ നടത്തിയ പ്രവർത്തികളെ കുറിച്ച് വായിപ്പാൻ നിങ്ങൾ മനസ്സുവെച്ചാൽ, വേദപുസ്തകത്തോടും ദൈവത്തോടും ദൈവത്തിന്റെ വചനം ശുശ്രൂഷിച്ചവരോടും അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ നാം പഠിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ നാം വല്ലാത്ത ഞെട്ടലോടുകൂടി മാത്രമേ ആ ചരിത്രം വായിച്ചു തീർക്കുവാൻ സാധിക്കുകയുള്ളൂ. വാസ്തവത്തിൽ ഫ്രഞ്ച് റവല്യൂഷൻ ഈ ലോകത്തിൽ ഉണ്ടായത് തന്നെ എന്തുകൊണ്ടായിരുന്നു അറിയാമോ? ഫ്രഞ്ച് റവല്യൂഷൻ ഈ ലോകത്തിൽ ഉണ്ടായതിന്റെ കാരണം തന്നെ അവരെ അടിച്ചമർത്തുവാൻ തക്കവണ്ണം റോമൻ കത്തോലിക്ക സഭ അവരുടെ അധികാരത്തെ, അത് രാഷ്ട്രീയമായ അധികാരമാകട്ടെ ആത്മീയമായ അധികാരമാകട്ടെ, അത് ജനത്തിന്മേൽ അടിച്ചേൽപ്പിച്ച് ആ ദേശത്തുള്ള ജനത്തെ ദൈവത്തെ വെറുപ്പിക്കുമാറ് അവർ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നു. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തു? ആദ്യം ആ രാജാവിനോട്, ആ നോർത്ത് അല്ലെങ്കിൽ വടക്കേ ദേശത്തിലെ രാജാവായ പാപ്പാത്വത്തോടും റോമൻ കത്തോലിക്ക സഭയോടും അവർ ആ ദേശത്ത് എന്ത് ചെയ്തു? അവരുടെ രാഷ്ട്രീയ അധികാരത്താലും അവരുടെ ആത്മീയ അധികാരത്താലും വേദപുസ്തകത്തെ അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് വിവിധങ്ങളായ കൽപ്പനകൾ, വിവിധങ്ങളായ തീരുമാനങ്ങൾ, നികുതികൾ, ആവശ്യമില്ലാത്ത പ്രവർത്തികൾ ഇതൊക്കെ ചെയ്ത് ദൈവത്തെ വെറുപ്പിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അവർ ദൈവത്തെ വെറുക്കത്തക്ക വിധത്തിൽ ഈ ലോകത്തിൽ വേദപുസ്തക വിരുദ്ധമായവയെ അവർ ഫ്രാൻസിൽ അടിച്ചേൽപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിന്റെ ഫലമായിട്ടാണ് അവരെന്ത് ചെയ്തത്? ഫ്രഞ്ച് റവല്യൂഷൻ 1789 മുതൽ 1799 വരെയുള്ള കാലഘട്ടത്തിൽ ഫ്രഞ്ച് റവല്യൂഷൻ പൊട്ടിപ്പുറപ്പെട്ടു. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ആ വിപ്ലവം വലിയ സ്വാധീനമുണ്ടാക്കി. ആ വിപ്ലവത്തിന്റെ ഒടുവിൽ 1798 ഫെബ്രുവരി മാസം 20-ാം തീയതി എന്താ സംഭവിച്ചത്? റോമിന്റെ ഭരണാധികാരിയായ, അല്ലെങ്കിൽ റോമിന്റെ ഭരണാധികാരിയായി, ആ സഭയുടെ ഭരണാധികാരിയായി നിലനിന്ന പോപ്പ് പയസ് 6-ാമനെ ഫ്രഞ്ച് ജനറലായിരുന്ന ബെർത്തിയർ, നെപ്പോളിയന്റെ ജനറലായിരുന്ന ബെർത്തിയർ അറസ്റ്റ് ചെയ്യുകയും അവരുടെ രാഷ്ട്രീയ അധികാരം എടുത്തു കളഞ്ഞ് പോപ്പ് പയസ് 6-ാമനെ 1798 അറസ്റ്റ് ചെയ്ത് അധികാരം എടുത്തു കളഞ്ഞ്, രാഷ്ട്രീയ അധികാരം പാടെ മാറ്റിക്കളഞ്ഞ് അവരെ ജയിലറയിൽ അടയ്ക്കുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്തു. ആ നിമിഷം മുതൽ തെക്കേ ദേശത്തിലെ രാജാവ് ഇപ്രകാരം വടക്കേ ദേശത്തിലെ രാജാവായ പാപ്പാത്വത്തോട് ബാബിലോൺ ആത്മീയ അർത്ഥത്തിൽ എന്ത് ചെയ്യുന്നു? ബാബിലോൺ വീണുപോയി, 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 ബാബിലോൺ വീണുപോയി. ആത്മീയ അർത്ഥത്തിൽ ഈ ലോകത്തിൽ നിലനിൽക്കുന്ന, ദൈവത്തിനെതിരായി പ്രവർത്തിപ്പാൻ തക്കവണ്ണം നിലനിൽക്കുന്ന ആ ബാബിലോൺ ആത്മീയ അർത്ഥത്തിൽ അത് പാപ്പാത്വമാണ് എന്നെല്ലാ നവീകരണകർത്താക്കളും വ്യക്തമായി വിശ്വസിക്കുകയും ഈ ലോകത്തിൽ പ്രസംഗിക്കുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്തു. ഈ കാലത്ത് എന്താ സംഭവിക്കുന്നത്? തെക്കേ ദേശത്തിലെ രാജാവായ ഫ്രാൻസ് അവരെന്ത് ചെയ്യുന്നു? അവർക്ക് വെറുപ്പും വിദ്വേഷവും
ഉണ്ടായിട്ട് അതികഠിനമായ പോരാട്ടങ്ങൾ അഴിച്ചുവിടുകയും വടക്കേ ദേശത്തിലെ രാജാവിനോട് എതിർത്ത് മുട്ടുവാൻ ഇടയാവുകയും ചെയ്തു. അതാണ് ആ പോരാട്ടത്തിന്റെ കഥ പറയുന്ന അന്ത്യകാലത്ത് തെക്കേ ദേശത്തിലെ രാജാവ് അവനോട് എതിർത്ത് മുട്ടും എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യം. എന്നാൽ വടക്കേ ദേശത്തിലെ രാജാവ് അടികിട്ടി അവിടെ മുറിക്കകത്ത് പാത്തും പതുങ്ങിയും ഇരിക്കുകയായിരുന്നില്ല. അവൻ എന്താ ചെയ്തത്? വടക്കേ ദേശത്തിലെ രാജാവ് എന്താ ചെയ്തത്? രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റുപോലെ അവന്റെ നേരെ വരും. 1798 അപ്രകാരം ഒരു മുറിവ്, അപ്രകാരം ഒരു വിപത്ത്, അപ്രകാരം ഒരു ആപത്ത് വടക്കേ ദേശത്തിലെ രാജാവിന് സംഭവിച്ചു. എങ്കിലും ആ മുറിവോടുകൂടി, ആ അപകടത്തോടുകൂടി എല്ലാം അവസാനിച്ചില്ല. വടക്കേ ദേശത്തിലെ രാജാവ് എന്ത് ചെയ്തു? അവന് പറ്റിയ ആ അടിയിൽ നിന്നും അവൻ എഴുന്നേറ്റുകൊണ്ട് വളരെ രഥങ്ങളോടും കുതിരച്ചേവകരോടും കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. വേദപുസ്തകം പഠിച്ചാൽ 7 സഭകളെ കുറിച്ച് നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിക്കുവാൻ കഴിയും. അതിൽ 2ാമത്തെ സഭ നാം പഠിക്കുവാനായിട്ട് ഇടയായാൽ അവിടെ എന്താ കാണുന്നത്? പെർഗമോസ് സഭയിൽ സാത്താന്റെ ഇരിപ്പിടമുള്ള സ്ഥലം എന്നാണ് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നത്. 1ാമത്തെ സഭ എപ്രകാരമായിരുന്നു? വളരെ വിശുദ്ധമായ സഭയായിരുന്നു. എല്ലാവർക്കും ആഗ്രഹിക്കത്തക്കതായ ഒരു സഭയായിരുന്നു എഫെസോസിലെ സഭ. എന്നാൽ പെർഗമോസിലെ സഭയിലേക്ക് ചരിത്രം വഴിമാറിയപ്പോൾ ആ സഭ സാത്താന്റെ ഇരിപ്പിടമുള്ള സഭയായി തീരുവാൻ തക്കവണ്ണം ഇടയായി. അതിന് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, വടക്കേ ദേശത്തിലെ രാജാവ് അവൻ വേദപുസ്തകത്തെ വികലമായി ലോകത്തെ പഠിപ്പിക്കുകയും വേദപുസ്തകത്തിലെ സത്യങ്ങളെ മറച്ചു വെച്ച് അന്ധകാര നിബിഡമായ പലതും ദൈവത്തിന് വിരുദ്ധമായി, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി, ദൈവ കൽപ്പനകൾക്ക് വിരുദ്ധമായി ഈ ലോകത്തെ പഠിപ്പിച്ച് ലോകത്തെ താറുമാറാക്കുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്തു. ഇവിടെ എന്താണ് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ പറഞ്ഞത്? വടക്കേ ദേശത്തിലെ രാജാവ് അവന് ഒരു അടി കിട്ടിയപ്പോൾ, അവനൊരു മുറിവേറ്റപ്പോൾ ആ മുറിവും ഏറ്റുവാങ്ങി ഒരു മുറിക്കകത്തിരുന്ന് അവൻ വിലപിച്ചില്ല. അവൻ എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റിട്ട് എന്താ ചെയ്തത്? വളരെ രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെയധികം കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും. 1798 ശേഷം നാം ചരിത്രം വളരെ നന്നായി ഒന്ന് വിശകലനം ചെയ്യുവാൻ ഇടയായാൽ, റോമൻ സാമ്രാജ്യം അതാദ്യം പേഗൻ രൂപമായിരുന്നു, ജാതീയ റോം ആയിരുന്നു. അല്ലെങ്കിൽ രാജാക്കന്മാരൊക്കെ തന്നെ ഞങ്ങൾ ദൈവങ്ങളാണ്, ഞങ്ങളെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന് പറഞ്ഞ ചിന്താഗതിയിൽ നിന്നും നേരെ അത് പാപ്പാത്വത്തിന് വഴിമാറി. ഇപ്പോൾ പാപ്പാത്വം തന്നെ ഞങ്ങൾ ദൈവമാണ് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് ഈ ലോകത്തിൽ ദൈവത്തിന്റെ സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട്, രാഷ്ട്രീയ അധികാരവും ഏറ്റെടുത്തുകൊണ്ട്, ആത്മീയ അധികാരവും ഏറ്റെടുത്തുകൊണ്ട് ഈ ലോകത്തിൽ അവരുടെ ഇഷ്ടങ്ങളെ അടിച്ചേൽപ്പിക്കുവാൻ തുടങ്ങി. ഇതൊക്കെ ചരിത്രമാണ്. വേദപുസ്തക വചനങ്ങളിലൂടെ നാം സഞ്ചരിക്കുകയാണ്. എന്താ ചെയ്തത്? ഇവിടെ വെറും ഒരു പോരാട്ടമോ യുദ്ധമോ അല്ല ഇവിടെ നടക്കുന്നത്. മറിച്ച് എന്താണോ വടക്കേ ദേശത്തിലെ രാജാവ് ഈ ലോകത്തിന് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായത് എന്ന് ചോദിച്ചാൽ, ഇവിടെ എന്താണ് ചെയ്തത്? തെക്കേ ദേശത്തിലെ രാജാവ് വീണ്ടും എന്ത് ചെയ്യുന്നു? അവരുടെ നേരെ എതിർത്ത് മുട്ടുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിച്ചത്? In 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ കാറൽ മാക്സ് അദ്ദേഹം എന്ത് ചെയ്തു? Revolutions all over the European countries but die down mysteriously. ഈ ലോകത്തിൽ ദൈവത്തിനെതിരായി നിലനിന്നുകൊണ്ട് കാര്യകാരണങ്ങളെ വിശദമായി വിലയിരുത്തിക്കൊണ്ട് വിശ്വാസത്തിനോ ദൈവവചനത്തിനോ പ്രാധാന്യം കൽപ്പിക്കാതെ ദൈവത്തിനെതിരായി എതിർത്ത് മുട്ടുന്ന വിശ്വാസത്തെ ഈ ലോകത്തിൽ പതിയെ പതിയെ അടിച്ചേൽപ്പിക്കുവാൻ തുടങ്ങുന്നു. 1859 ചാൾസ് ഡാർവിന്റെ ഒറിജിൻ ഓഫ് സ്പീഷ്യസ് തിയറി വരുന്നു. ദൈവം ഇതൊന്നും ഉണ്ടാക്കിയില്ല. ഇതൊക്കെ സമയങ്ങളിലൂടെ ദ തിയറി ഓഫ് എവല്യൂഷൻ ഈ ലോകത്തിൽ ആഞ്ഞടിച്ചു. എല്ലാവരും പതിയെ വചനത്തിൽ നിന്നും വിശ്വാസം വിട്ടകന്ന് പതിയെ പതിയെ ഈ ലോകത്തിലെ ഓരോ അന്ധസത്തകളെ, ഈ ലോകത്തിലെ ഓരോ സമ്പ്രദായങ്ങളെ, ഈ ലോകത്തിലെ പ്രഗത്ഭന്മാരായ ചില വ്യക്തികളുടെ ആശയങ്ങളെ
വലിയ പ്രാധാന്യം കൊടുത്ത് അതിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. ഓരോ കാര്യങ്ങളും പറയുവാൻ തക്കവണ്ണം ഇടയായാൽ റഷ്യൻ റവല്യൂഷൻ, കോൾഡ് വാർ, ചൈന വിത്ത് ഓവർ 1 billion people going communism, atheism, ഇതൊക്കെ വിയറ്റ്നാം വാർ, ഇവയൊക്കെ തന്നെ ദൈവത്തോടുള്ള വലിയ മത്സരമായി ഈ ലോകത്തിൽ കാണുവാൻ തക്കവണ്ണം ഇടയായി. ദൈവമില്ല, ദൈവവചനത്തിന് യാതൊരു പ്രസക്തിയുമില്ല, വിശ്വാസം എന്നത് വെറുതെയാണ് എന്നൊക്കെയുള്ള പ്രചാരണങ്ങളാൽ അവരെന്ത് ചെയ്യുന്നു? ഈ ലോകത്തിൽ ദൈവത്തിന്റെ വിശ്വാസത്തെ പാടെ തകർക്കപ്പെടുന്ന തരത്തിൽ വലിയ മാറ്റങ്ങൾക്ക്, വലിയ പോരാട്ടങ്ങൾക്ക് ചുഴലിക്കാറ്റ് പോലെ അവരുടെ നേരെ വരത്തക്ക വിധത്തിൽ ധാരാളം പ്രവൃത്തികളെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 27-ാമത്തെ വാക്യം. സദൃശ്യവാക്യങ്ങൾ 1:27 ഒന്ന് വേഗത്തിൽ വായിച്ചാലോ? സദൃശ്യവാക്യം 1:27, യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം 19-ാമത്തെ വാക്യം. ഒരാൾ എടുക്കുക. സദൃശ്യവാക്യം 1:27. നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് കൊടുങ്കാറ്റ് പോലെയും നിങ്ങളുടെ ആപത്ത് ചുഴലിക്കാറ്റ് പോലെയും വരുമ്പോൾ കഷ്ടവും സങ്കടവും നിങ്ങൾക്ക് വരുമ്പോൾ തന്നെ. ഇവിടെ എന്ത് ചെയ്യുന്നു? ചുഴലിക്കാറ്റ് പോലെയും. അപ്പോൾ ചുഴലിക്കാറ്റ് എന്ന പ്രയോഗം നാം വായിക്കുമ്പോൾ ആ പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു? ഒരു ആപത്തിനെ സൂചിപ്പിക്കുന്നു, ഒരു വലിയ പ്രയാസത്തെ സൂചിപ്പിക്കുന്നു, ഒരു വലിയ പ്രതിസന്ധിയെ സൂചിപ്പിക്കുന്നു. സോ ചുഴലിക്കാറ്റ് പോലെ വരും എന്ന പ്രയോഗം എന്തിനെ ഓർമ്മിപ്പിക്കുന്നു? ഇതാ വലിയ പ്രതിസന്ധികൾ വരുന്നു, വലിയ പോരാട്ടങ്ങൾ വരുന്നു, വലിയ യുദ്ധങ്ങൾ ഉണ്ടാകുന്നു. ആ ചുഴലിക്കാറ്റ് പോലെ വരും എന്ന പ്രയോഗം യുദ്ധങ്ങളെ, വലിയ പോരാട്ടങ്ങളെ സൂചിപ്പിക്കുന്നു. അത് കരയിലായാലും ശരി, ആത്മീയ അർത്ഥത്തിലായാലും ശരി, ചുഴലിക്കാറ്റ് പോലെ യുദ്ധങ്ങൾ ഒന്നിന് പിറകെ ഒന്നായി ഈ ലോകത്തിൽ സംഭവിക്കുന്നു. യിരെമ്യാവിന്റെ പുസ്തകം 23:19 വാക്യം. 23:19. യിരെമ്യാവിന്റെ പുസ്തകം 23:19 കിട്ടിയില്ലേ? യഹോവയുടെ ക്രോധം എന്ന കൊടുങ്കാറ്റ് വലിയ ചുഴലിക്കാറ്റ് തന്നെ പുറപ്പെട്ടിരിക്കുന്നു. എന്താണ് അപ്പോൾ ചുഴലിക്കാറ്റ്? വലിയ പോരാട്ടം, വലിയ പ്രയാസങ്ങൾ, യുദ്ധങ്ങൾ, ഇവയൊക്കെ ആ വാക്യത്തിലൂടെ സൂചിപ്പിക്കുന്നു. വീണ്ടും 25-ാമത്തെ അധ്യായം 32-ാമത്തെ വാക്യം വായിച്ചാൽ എന്താ കാണുന്നത്? 25-ാമത്തെ അധ്യായം യിരെമ്യാവിന്റെ പുസ്തകം 32-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം എന്ത് ചെയ്യുന്നു? അരുളി ചെയ്യുന്നു, അനർത്ഥം ജാതിയിൽ നിന്നും ജാതിയിലേക്ക് പുറപ്പെടുന്നു, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നും വലിയ കൊടുങ്കാറ്റ് എന്ത് ചെയ്യും? ഇളകി വരും. അപ്പോൾ ചുഴലിക്കാറ്റ്, കൊടുങ്കാറ്റ്, ഈ പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ ലോകത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന വലിയ ആപത്തുകളെ കുറിച്ച്, വലിയ പോരാട്ടങ്ങളെ കുറിച്ച്, വലിയ യുദ്ധങ്ങളെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു. എന്താണ് രഥങ്ങളോടും കുതിരച്ചേവകരോടും ഒക്കെ കൂടെ ചേരുക എന്ന് പറഞ്ഞാൽ വളരെ രഥങ്ങളോടും കുതിരച്ചേവകരോടും എന്ന പ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു? പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 9-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 9-ാമത്തെ വാക്യം. വേറൊരാൾ വായിക്കുക. ഹെബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ധാരാളം വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ് വേദപുസ്തകം പറയുന്നത് എന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്താണ് ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത്? പുറപ്പാട് 14 9-ാമത്തെ വാക്യം. ഫറവോന്റെ എല്ലാ കുതിരയും രഥവും കുതിരപ്പടയും സൈന്യവുമായി ഇസ്രായേല്യർ അവരെ പിന്തുടർന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ പദപ്രയോഗം എന്തിനെ സൂചിപ്പിക്കുന്നു? യുദ്ധവുമായി ബന്ധപ്പെട്ട് ദൈവം ഉപയോഗിച്ച വാക്കുകളാണ്. എന്ത് ചെയ്യുന്നു? ഈ വടക്കേ ദേശത്തിലെ രാജാവ്, അല്ലെങ്കിൽ ഇവർ പുറപ്പെടുന്ന ഈ പുറപ്പാടിനെ എന്തിനെ സൂചിപ്പിക്കുന്നു? വലിയ ചുഴലിക്കാറ്റ് പോലെ വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലുകളോടും കൂടെ ചുഴലിക്കാറ്റ് പോലെ വരുന്നു. വീണ്ടും ഹെബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6 മുതൽ വായിച്ചാൽ എന്താ കാണുന്നത്? ഹെബക്കുക്ക് പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 6 മുതൽ 9 വരെ.
ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ വാക്യങ്ങളും ഈ പരാമർശങ്ങളും ഒക്കെ എന്തിനെ സൂചിപ്പിക്കുന്നു? യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കപ്പെടുന്ന ആയുധങ്ങളെ, യുദ്ധ സന്നാഹങ്ങളെ കുറിച്ച് വേദപുസ്തകം പരാമർശിക്കുകയാണ്. എന്താണ് ഈ കപ്പലുകൾ എന്ന പ്രയോഗം? വടക്കേ ദേശത്തിലെ രാജാവ് രഥങ്ങളോടും കുതിരച്ചേവകരോടും വളരെ കപ്പലുകളോടും കൂടെ, കപ്പലുകൾ എന്തിനു സൂചിപ്പിക്കുന്നു? 107 സങ്കീർത്തനം 23 വാക്യം. 107 സങ്കീർത്തനം 23 വാക്യം വായിക്കാം. വേറൊരാൾ വായിക്കുക. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 31-14 വാക്യം. എന്താണ് ഈ കപ്പലുകൾ എന്ന പ്രയോഗം പരാമർശിക്കുന്നത്? അവരുടെ ബുദ്ധി പോയി 107 സങ്കീർത്തനം 23 വാക്യമാണ് വായിച്ചത്. കപ്പലുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? രണ്ടാമത്തെ വാക്യം സദൃശ്യവാക്യങ്ങൾ 31-14. കപ്പലുകൾ എന്തിനെ സൂചിപ്പിക്കുന്നു? വ്യാപാരത്തെ സൂചിപ്പിക്കുന്നു. 3 പ്രയോഗങ്ങൾ. വടക്കേ ദേശത്തിലെ രാജാവ്, അത് പാപ്പാത്വത്തെ സൂചിപ്പിക്കുന്നു. ഈ പാപ്പാത്വം, ഈ വടക്കേ ദേശത്തിലെ രാജാവ് എന്താ ചെയ്യുന്നത്? ഒരു ചുഴലിക്കാറ്റ് പോലെ എന്ത് ചെയ്യുന്നു? ഒരു ചുഴലിക്കാറ്റ് പോലെ വളരെ കപ്പലുകളോടും രഥങ്ങളോടും കുതിരച്ചേവകരോടും കൂടെ എന്ത് ചെയ്യുന്നു? ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ വരും എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ 3 വാക്യങ്ങളും ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത് എന്ന് നാം ചിന്തിക്കുക. ഈ വ്യാപാരം, കപ്പലുകൾ വ്യാപാരം സൂചിപ്പിക്കുന്നു. അത് ആ രാജാവിന്റെ സാമ്പത്തിക ശേഷിയെ സൂചിപ്പിക്കുന്നു. വലിയ ഒരു ചെറിയ രാജ്യമാണ്. 107-109 ഏക്കർ മാത്രം വിസ്തൃതിയുള്ള ഒരു ചെറിയ രാജ്യം ഇന്ന് ലോകത്തെ മുഴുവനും നിയന്ത്രിക്കത്തക്കതായ, ലോകത്തിൽ സ്വാധീനം ഉണ്ടാകത്തക്കതായ ഒരു ശക്തിയായി വളരുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട് എങ്കിൽ എപ്രകാരമാണ് നമുക്കത് വായിക്കുവാൻ, തിരിച്ചറിയുവാൻ തക്കവണ്ണം സാധിക്കുന്നത്? 1798 തെക്കേ ദേശത്തിലെ രാജാവ് ചെന്ന് ഒരു മുറിവുണ്ടാക്കി അവനെ ജയിലിനകത്ത് അടച്ചപ്പോൾ ആ മുറിക്കകത്ത് കിടന്ന് വിലപിക്കുവാനായിട്ടല്ല, എന്നാൽ മറിച്ച് അവൻ എഴുന്നേറ്റ് വളരെ കപ്പലുകളോടും രഥങ്ങളോടും കുതിരച്ചേവകരോടും കൂടെ എന്ത് ചെയ്യുന്നു? ചുഴലിക്കാറ്റ് പോലെ അവന്റെ നേരെ ചെന്ന് അവനെ എതിർത്ത് മുട്ടുവാൻ തക്കവണ്ണം ഇടയായി. ഇത് ആത്മീയ ഭാഷയാണ്. വളരെ പ്രാർത്ഥനയോടെ ചിന്തിച്ചാൽ മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ എന്ത് ചെയ്യുന്നു? ഈ വടക്കേ ദേശത്തിലെ രാജാവ് ഓരോ ലോക രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം തുടങ്ങുന്നു. ഓരോ രാജ്യങ്ങളെയും അവരുടെ സ്വാധീനത്തിന് കീഴിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയാകുന്നു. ഓരോ രാജ്യങ്ങളെയും 1989 എന്താ സംഭവിച്ചത്? അമേരിക്കയുടെ സഹായത്തോടു കൂടി USSRനെ എന്ത് ചെയ്യുന്നു? വലിച്ചു താഴെ ഇറക്കുന്നു. 15 രാജ്യങ്ങളുടെ ഒരു സംയോജനം, 15 രാജ്യങ്ങളുടെ ഒരു യൂണിറ്റി, ആ രാജ്യങ്ങളെ മുഴുവനും എന്ത് ചെയ്യുന്നു? വലിച്ചു താഴെ ഇറക്കി ആ രാജ്യങ്ങളിൽ അവരുടെ സ്വാധീനം ഉറപ്പിക്കുവാൻ തക്കവണ്ണം വടക്കേ ദേശത്തിലെ രാജാവിന് അവസരം അല്ലെങ്കിൽ അവസ്ഥ കിട്ടുന്നു. അവൻ അപ്രകാരം പ്രവർത്തിക്കുന്നു. ഓരോ രാജ്യങ്ങളിലും ഏതൊക്കെയാണ് 15 രാജ്യങ്ങൾ? അർമേനിയ, അസർബൈജാൻ, ബെലാറസ്, എസ്റ്റോണിയ, ജോർജിയ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ലിത്വാനിയ, മോൾഡോവ, റഷ്യ, യുക്രൈൻ, ധാരാളം രാജ്യങ്ങൾ. അതുമാത്രമല്ല, ലോകത്തുള്ള സകല രാജ്യങ്ങളിലും ഇന്ന് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഒരു ചുഴലിക്കാറ്റ് പോലെ ഈ വടക്കേ ദേശത്തിലെ രാജാവിന് ആ സമയത്ത് 40-ാമത്തെ വാക്യത്തിൽ മുറിവുണ്ടായി, ഒരു വലിയ ആപത്തുണ്ടായി എന്ന് വരികിലും ആ ആപത്തിൽ എന്നേക്കും കിടന്ന് വിലപിക്കാതെ അവൻ എഴുന്നേറ്റ് ഒരു ചുഴലിക്കാറ്റ് പോലെ എല്ലാവരുടെ നേരെയും വരും. അവന്റെ നേരെ വരും. അവൻ ദേശങ്ങളിലേക്കും എന്ത് ചെയ്യും? വന്ന് കവിഞ്ഞ് കടന്നു പോകും. അവൻ എവിടേക്ക് വരും? ആദ്യം തന്നെ എതിർത്ത് മുട്ടിയ തെക്കേ ദേശത്തിലെ രാജാവിനെ, ഫ്രാൻസിനെ പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിന് കീഴിലാക്കും. ശേഷം അവൻ എന്താ ചെയ്യുന്നത്? സകല ദേശങ്ങളിലേക്കും വന്ന് കവിഞ്ഞ് കടന്നു പോകും. ഓരോ രാജ്യങ്ങളിലും നാം ഇന്ന് വേദപുസ്തകം പഠിപ്പാൻ മനസ്സു വെച്ചാൽ എന്താ കാണുന്നത്? വടക്കേ ദേശത്തിലെ രാജാവ് ഇന്ന് പാപ്പാത്വം എല്ലാ രാജ്യങ്ങളിലും പിടിമുറക്കിയിരിക്കുന്നു.
ഇന്ന് പാപ്പാത്വം എല്ലാ രാജ്യങ്ങളിലും പിടിമുറുക്കിയിരിക്കുന്നു. അവരുടെ ചിന്തകൾ, അവരുടെ ആശയങ്ങൾ, അവരുടെ ചിന്താഗതികൾ, അവരെന്താണോ വേദപുസ്തകത്തിൽ ലോകത്തെ പഠിപ്പിച്ചിരിക്കുന്നത്, അതൊക്കെ ഇന്ന് സകല ലോകങ്ങളിലും സകല രാജ്യങ്ങളിലും ഇന്ന് പിടിമുറുക്കിയിരിക്കുന്നു. അവരെന്താ ചെയ്തത്? ദേശങ്ങളിലേക്കും വന്ന് കവിഞ്ഞു പോകും. ഓരോ രാജ്യങ്ങളെയും ഇന്ന് അവരുടെ സ്വാധീനത്തിന് കീഴിൽ നിർത്തിയിരിക്കുന്നു. അവർ മനോഹര ദേശത്തിലേക്കും എന്ത് ചെയ്യും? അവരെവിടേക്കും കടക്കും? അവർ മനോഹര ദേശത്തിലേക്കും കടക്കും എന്ന് പറയുവാൻ വചനമിടയായി. എന്താണ് ഈ മനോഹര ദേശം എന്ന് ചിന്തിച്ചാൽ വേദപുസ്തകം എന്താ പറയുന്നത്? യെരുശലേമിനെ, പാലസ്തീനെ മനോഹര ദേശമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? പരാമർശിച്ചിരിക്കുന്നു. എന്നാൽ സത്യത്തിൽ അത് എന്താണെന്ന് അറിയാമോ? ദൈവജനത്തെ സൂചിപ്പിക്കുന്ന ഒരു വേദവാക്യമാണ്. അവരുടെ ലക്ഷ്യം, അല്ലെങ്കിൽ വടക്കേ ദേശത്തെ രാജാവിന്റെ ലക്ഷ്യം എന്താണ്? ദൈവജനത്തെയാണ്, ദൈവത്തിന്റെ ശേഷിപ്പിനെയാണ് അവൻ ലക്ഷ്യം വയ്ക്കുന്നത്. നമ്മിലേക്ക് വരികയാണ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ആദ്യം ഓരോ ദേശത്തിലേക്കും അവൻ കവിഞ്ഞ് കടന്നു പോകും. 1990 അവൻ ജർമ്മനിയിൽ സ്വാധീനമുണ്ടാക്കി. പോളണ്ട്, റഷ്യ, ബെലാറസ്, യുക്രൈൻ, മൾഡോവിയ, റൊമേനിയ, സെർബിയ, ക്രൊയേഷ്യ, അൽബേനിയ, ചെക്ക് റിപ്പബ്ലിക്, സ്ലോവേനിയ, മാസിഡോണിയ, ഹംഗറി. ഇന്ന് റോമൻ കത്തോലിക്ക സഭയുടെ സ്വാധീനവും പാപ്പാത്വത്തിന്റെ സ്വാധീനവും ഇല്ലാത്ത ഒരു രാജ്യവുമില്ല. ആ അവസ്ഥയിൽ എല്ലാ ദേശങ്ങളിലേക്കും അവൻ കടന്നു വന്ന് കവിഞ്ഞു പോയിരിക്കുന്നു. അവൻ കടന്നു വന്ന് കവിഞ്ഞു പോക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തറിയാവോ? അവന്റെ ആശയങ്ങൾ, അവൻ ഈ ലോകത്തിൽ അവർ പഠിപ്പിക്കുന്ന ചിന്തകൾ ഇന്ന് ലോകം മുഴുവനും പ്രസിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു. മനോഹര ദേശത്തിലേക്കും അവൻ എന്ത് ചെയ്യും? കടന്നു പോകും. ദൈവത്തിന്റെ വചനം പഠിച്ച് ആ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ മനസ്സ് വെച്ച ദൈവത്തിന്റെ ജനത്തെ, പ്രൊട്ടസ്റ്റന്റുകാരെ അവൻ എന്ത് ചെയ്തിരിക്കുന്നു? അവൻ സ്വാധീനിച്ചിരിക്കുന്നു. ഏത് വചനത്തിന് വേണ്ടിയിട്ടാണോ ജീവനെ പോലും പണയപ്പെടുത്തി ആ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ പ്രൊട്ടസ്റ്റന്റുകാർ ഈ ലോകത്തിൽ ഇടയായത്, ആ വചന സത്യങ്ങളെ താറുമാറാക്കിക്കൊണ്ട് ഇന്ന് ലോകത്തിൽ യാതൊരു പ്രൊട്ടസ്റ്റന്റുകാരും ഇല്ലാത്ത വിധത്തിൽ അവൻ ലോകത്തെ താറുമാറാക്കി. മനോഹര ദേശത്തേക്ക് എന്ത് ചെയ്തു? അവൻ കടന്നു വന്ന് കവിഞ്ഞ് കടന്നു വന്ന് പോയിരിക്കുന്നു. റോമാലേഖനം 11-ാമത്തെ അധ്യായം വായിച്ചാൽ, റോമാലേഖനം 11-ാമത്തെ അധ്യായം, നമ്മൾ വേഗത്തിൽ ധാരാളം വാക്യങ്ങൾ വായിക്കേണ്ടതുണ്ട്. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം മുതൽ വായിപ്പാൻ ഇടയായാൽ ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ ഇപ്രകാരം പറയുന്നു. 11-ാം അധ്യായം 19-ാമത്തെ വാക്യം മുതൽ, എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ അവ ഒടിഞ്ഞുപോയി. വിശ്വാസത്താൽ നീ നിൽക്കുന്നു. തെളിയാതെ ഭയപ്പെടുക, ഞെളിയാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിന്റെ ദയയും ഗണ്യതവും കാണുക. വീണവരിൽ ദൈവത്തിന്റെ ഗണ്യതവും. നിന്നിലോ നീ ദയയിൽ നിലനിന്നാൽ ദയയും തന്നെ, അല്ലെങ്കിൽ നീയും ഛേദിക്കപ്പെടും. അവിശ്വാസത്താൽ നിലനിൽക്കാഞ്ഞാൽ അവരെയും കൂടെ ഒട്ടിക്കും. അവരെ വീണ്ടും ഒട്ടിപ്പാൻ ദൈവം ശക്തനല്ലോ. സ്വഭാവത്താൽ കാട്ടുമരമായി നിന്ന് നിന്നെ മുറിച്ചെടുത്ത് സ്വഭാവത്തിന് വിരോധമായി നല്ല ഒലിവ് മരത്തിൽ ഒട്ടിച്ചുവെങ്കിൽ സ്വാഭാവിക കൊമ്പുകളായവരെ സ്വന്തമായ ഒലിവ് മരത്തിൽ എത്ര അധികമായി ഒട്ടിക്കും. ഇവിടെ എന്താണ് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ പറയുന്നത്? ഒരു വാക്യം കൂടെ വായിക്കാം. ഗലാത്യർ 3-ാം അധ്യായം അതിന്റെ 28-29 വാക്യങ്ങൾ. ഗലാത്യർ 3-ാം അധ്യായം 28-29 വാക്യങ്ങൾ. അതിൽ യവനനും യഹൂദനും എന്നില്ല, ദാസനും ശൂദ്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങൾ എല്ലാവരും ക്രിസ്തു യേശുവിൽ ആരത്രേ? ഒന്നത്രേ. ക്രിസ്തുവിനുള്ളവർ എങ്കിലോ നിങ്ങൾ ആരത്രേ? അബ്രഹാമിന്റെ സന്തതിയും വാഗ്ദത്ത പ്രകാരം അവകാശികളുമാകുന്നു. പുതിയ നിയമ പുസ്തകത്തിലേക്ക് നാം വരുമ്പോൾ എന്താ കാണുന്നത്? ആ വലിയ വാഗ്ദത്ത ദേശം, മനോഹര ദേശം എന്ന പ്രയോഗം ദൈവജനത്തെ ചൂണ്ടിക്കാട്ടുവാൻ ഉപയോഗിച്ചിരിക്കുന്നു. 106-ാം സങ്കീർത്തനം 24-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, 106-ാം സങ്കീർത്തനം 24-ാമത്തെ വാക്യം, 106-ാം സങ്കീർത്തനം 24-ാമത്തെ വാക്യം എന്താ പറയുന്നത്? അവൻ അവരെ നശിപ്പിച്ച് കളയുമായിരുന്നു. അവർ മനോഹര ദേശത്തെ എന്ത് ചെയ്തു? നിരസിച്ചു. അവന്റെ വചനത്തെ വിശ്വസിച്ചതുമില്ല. അവർ തങ്ങളുടെ കൂടാരങ്ങളിൽ വെച്ച് പിറുപിറുത്തു. യഹോവയുടെ വചനം കേൾക്കാതെ ഇരുന്നു. അവരെന്താ ചെയ്തത്?
മനോഹര ദേശം യെരൂശലേം നഗരത്തെ കുറിച്ച് പരാമർശിക്കുവാൻ വചനം ഉപയോഗിക്കുന്ന ഒരു പരാമർശമാണ് ഈ പരാമർശം. യെരൂശലേം എന്ന നഗരം മാത്രമല്ല, ദൈവജനത്തെയും ദൈവത്തിന്റെ സഭയെയും ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ വടക്കേ ദേശത്തിന്റെ താല്പര്യം എന്താണ്? എല്ലാ ലോകങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും അവന്റെ സ്വാധീനത്തെ ഉറപ്പിക്കണം. ഒടുവിൽ തനിക്ക് അനുകൂലമാകാത്ത, തന്നിൽ ആധിപത്യം സ്ഥാപിക്കുവാൻ സാധിക്കാത്ത ക്രിസ്തീയ രാജ്യങ്ങളെ, ക്രിസ്തീയ സഭകളെ, ക്രിസ്തീയ വിശ്വാസികളെ ഓരോരുത്തരെയും തൻ്റെ ആരാക്കി മാറ്റണം? അടിമകളാക്കി തീർക്കണം. അവരെന്ത് പറയുന്നു അത് വിശ്വസിക്കുന്ന, അവരെന്ത് പഠിപ്പിക്കുന്നു അത് പഠിപ്പിക്കുന്ന, അവരെന്താണോ ലോകത്തിൽ പ്രചരിപ്പിക്കുന്നത് അതിൻ്റെ അനുയായികളായി തീരുന്ന ഒരു വ്യക്തിയായി, ഒരു സഭയായി, ഒരു രാജ്യമായി മാറണം എന്നതാണ് അവരുടെ താല്പര്യം. അവൻ മനോഹര ദേശത്തിലേക്കും എന്ത് ചെയ്യും? കടക്കും എന്ന് ഈ തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. എപ്രകാരമാണ് ക്രിസ്തീയ രാജ്യങ്ങളെ പോലും പാപ്പാത്വം അതിജീവിച്ചത്? എപ്രകാരമാണ്? ഇന്ന് നാം വേദപുസ്തകം പരിശോധിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ വേദപുസ്തക വിരുദ്ധമായ പല ആശയങ്ങളും ഇന്ന് പ്രൊട്ടസ്റ്റന്റുകാർ എന്ത് ചെയ്യുന്നു? ഉയർത്തിപ്പിടിക്കുന്നു. വേദപുസ്തക സത്യങ്ങളെ, ഏത് സത്യത്തിന് വേണ്ടിയാണോ മാർട്ടിൻ ലൂതറും ആ കാലത്ത് നവീകരണകർത്താക്കളും അവരുടെ ജീവന് പണയം വെച്ച് എഴുന്നേറ്റ് വന്നത്, ആ സത്യങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട്, ആ സത്യങ്ങളെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് ഇന്ന് വടക്കേ ദേശത്തിലെ രാജാവിനോട് പക്ഷം ചേർന്ന് രാജ്യങ്ങളെ ലോകത്തിൽ കാണുവാൻ സാധിക്കുന്നു. അവർ മാത്രമാണോ മനോഹര ദേശത്തിലേക്കും, അതായത് യേശുക്രിസ്തുവിന്റെ ദൈവത്തിന്റെ മക്കളെയും അവൻ അവകാശപ്പെടുത്തിയിരിക്കുന്നു. അവരും ഇന്ന് എന്താണോ പാപ്പാത്വം ഈ ലോകത്തിൽ പഠിപ്പിക്കുന്നത് അവയെ പഠിപ്പിക്കുവാൻ അവൻ ഇടയായിത്തീർന്നു. അവൻ എങ്ങനെയാണ് അത് സാധിച്ചെടുത്തതെന്ന് അറിയാമോ? ഒരു കാലത്ത് പ്രൊട്ടസ്റ്റന്റ് സഭകൾ പാപ്പാത്വത്തിന് വലിയൊരു പ്രയാസമായിരുന്നു, വലിയ പോരാട്ടമായിരുന്നു. എന്നാൽ എപ്രകാരമാണ് ഈ വടക്കേ ദേശത്തിലെ രാജാവ് ചുഴലിക്കാറ്റ് പോലെ ഈ ക്രൈസ്തവ രാജ്യങ്ങളെയും ക്രൈസ്തവ സഭകളെയും പ്രൊട്ടസ്റ്റന്റ് സഭകളെയും വിശ്വാസികളെയും എപ്രകാരമാണ് സ്വാധീനിച്ചതും അവരെ കീഴ്പ്പെടുത്തിയതും വേദപുസ്തകം പറയുന്നു. യൂദായുടെ പുസ്തകം 3-4 വേദവാക്യങ്ങൾ യൂദായുടെ പുസ്തകം വായിച്ചാൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. യൂദായുടെ പുസ്തകം 3-4 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. ഒന്ന് വായിക്കാം വേഗത്തിൽ. യൂദായുടെ പുസ്തകം 3-4 വാക്യങ്ങൾ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെ എന്താ ചെയ്യേണ്ടത്? നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്ന് എനിക്ക് തോന്നി. ഒരിക്കൽ ഭരമേൽപ്പിച്ച ആ വിശ്വാസത്തെക്കുറിച്ച് പോരാട്ടത്തോടെ എഴുതുവാൻ എനിക്ക് ആവശ്യമെന്ന് തോന്നി. എന്താ അങ്ങനെ കാരണമായത്? നമ്മുടെ ദൈവത്തിന്റെ കൃപയെ എന്തിനു വേണ്ടി? ദുഷ്കാമ പ്രവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അബദ്ധന്മാരായ ചില മനുഷ്യർ എവിടെ നുഴഞ്ഞു കയറിയിരിക്കുന്നു? ദൈവത്തിന്റെ സഭയ്ക്കകത്ത്, ദൈവജനത്തിന്റെ മധ്യത്തിൽ നുഴഞ്ഞു കയറിയിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? എഴുതിയിരിക്കുന്നു. അൺഗാഡ്ലി, ദൈവത്തെ അനുസരിക്കാത്ത, ദൈവഭയമില്ലാത്ത, എന്നാൽ കാണുമ്പോൾ ദൈവഭയമുണ്ടെന്ന് തോന്നിപ്പിക്കുന്നതായ അനേക ദുഷ്ടന്മാരെ സഭയ്ക്കകത്ത് പിശാച് എന്ത് ചെയ്തു? നുഴഞ്ഞു കയറുമാറാക്കി. എപ്രകാരമാണ് വടക്കേ ദേശത്തിലെ രാജാവ് ലോക സാമ്രാജ്യങ്ങൾ മുഴുവനും തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കിയത്? എങ്ങനെയാണെന്നറിയാമോ? ഓരോ രാജ്യങ്ങളെയും, ഓരോ രാജ്യത്തെയും അവൻ എന്ത് ചെയ്തു? തൻ്റെ രഥങ്ങളോടും തൻ്റെ കപ്പലുകളോടും തൻ്റെ കുതിരക്ഷേവകരോടും ഒപ്പം. അത് വെറും ഒരു യുദ്ധം മാത്രമായി നാം കാണരുത്. അത് ആത്മീയ യുദ്ധമാണ്. ആ പോരാട്ടത്തിലൂടെ ലോകത്തുള്ള സകല രാജ്യങ്ങളെയും അവന്റെ അധീനതയിൽ അവൻ കൊണ്ടുവരികയും ലോകത്തുള്ള സകല ക്രൈസ്തവരെയും തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന വെറും അനുചാരികളാക്കി അവരെ മാറ്റുകയും ചെയ്യുന്നു. എങ്ങനെയാണ് സാധിച്ചത്? അബദ്ധന്മാരായ, ദൈവഭയമില്ലാത്ത, ദൈവപ്രിയമില്ലാത്ത ചില അശുദ്ധന്മാരായവരെ സഭയ്ക്കകത്ത് അവൻ തിരികെ കയറ്റി അവരിലൂടെ സഭയിൽ ഭിന്നിപ്പുണ്ടാക്കി, അവരിലൂടെ സഭയെ വേദപുസ്തക വിരുദ്ധമായവയെ പഠിപ്പിച്ചുകൊണ്ട് സഭയുടെ വിശുദ്ധിയിൽ കളങ്കം വരുത്തി അവരെയും ആ സഭകളെയും ആ വ്യക്തികളെയും തൻ്റെ അവകാശമാക്കി വടക്കേ ദേശത്തിലെ രാജാവ് മാറ്റുവാൻ തക്കവണ്ണം ഇടയായി. 2 പത്രോസ് 2-ാം അധ്യായം
2 പത്രോസ് 2-ാമത്തെ അധ്യായം 1 മുതൽ വായിച്ചാൽ കാണുന്നത്, 2 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. അവരുടെ ദുഷ്കാമ പ്രവൃത്തികളെ പലരും എന്തെയും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ത്യജിക്കപ്പെടും, ദുഷിക്കപ്പെടും. എപ്രകാരമാണ് വളരെ തന്ത്രപരമായി വടക്കേ ദേശത്തിലെ രാജാവ് പാപ്പാത്വം ഈ ലോകത്തുള്ള സകല രാജ്യങ്ങളെയും അവന്റെ അധീനതയിൽ കൊണ്ടുവരുന്നത്, ക്രൈസ്തവ സഭകളെ അവന്റെ അധീനതയിൽ കൊണ്ടുവരുന്നത്, ഓരോ വിശ്വാസികളെയും അവന്റെ അധീനതയിൽ കൊണ്ടുവരുന്നത്, അഭക്തന്മാരായവരെ സഭയ്ക്കകത്ത് കുത്തി നിറച്ച് അവരിലൂടെ വിശ്വാസമില്ലായ്മയും നീതിയില്ലായ്മയും ഒക്കെ അവൻ ചെയ്തിട്ട് ദുഷ്കാമ പ്രവൃത്തികളെ അവർ ചെയ്യുമ്പോൾ പലരും അത് കണ്ട് അനുകരിക്കും. അവർ നിമിത്തം സത്യമാർഗം ഈ ലോകത്തിൽ ദുഷിക്കപ്പെടും എന്ന് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അവർ കൗശല മാർഗത്തിലൂടെ എന്താ ചെയ്യുന്നത്? അവരെന്താ ചെയ്യുന്നത്? അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ ആരാക്കും? വാണിഭം ആക്കും. എൻ്റെ വാക്കുകളല്ല, ദൈവത്തിന്റെ വചനം. അപ്രകാരം വടക്കേ ദേശത്തിലെ രാജാവ് വളരെ ബുദ്ധിയോടെ, വളരെ തന്ത്രപരമായി ഈ ആത്മീയ പോരാട്ടത്തിൽ ദൈവത്തെ ജയിക്കുവാൻ തക്കവണ്ണം ഇടവരേണ്ടതിന് അവൻ തന്റെ സകല സ്വാധീനം ഉപയോഗിച്ച് വളരെ തന്ത്രപരമായി യേശുവിന്റെ വേഷം ധരിച്ച്, കുഞ്ഞാടിന്റെ വേഷം ധരിച്ച് ഈ ലോകത്തുള്ള സകല രാജ്യങ്ങളെയും അവന്റെ അധീനതയിൽ കൊണ്ടുവരുന്നു. ഓരോ ക്രൈസ്തവ രാജ്യങ്ങളെയും അവന്റെ അധീനതയിൽ കൊണ്ടുവരുന്നു. ഓരോ പ്രൊട്ടസ്റ്റന്റ് സഭകളെയും അവന്റെ അധികാരത്തിൽ കൊണ്ടുവരുന്നു. അവൻ എന്താണോ ലോകത്തിൽ പഠിപ്പിക്കുന്നത് അവയൊക്കെ അവരുടെ ആശയങ്ങളായിട്ട് മാറുന്നു. അവരെന്ത് ചെയ്യുന്നു? അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു, അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. 2-ാം അധ്യായം 20-ാമത്തെ വാക്യം, എങ്കിലും താൻ പ്രവാചകി എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർപ്പിതം തിന്മാനും എൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന ഇസബേൽ ഇവിടെ എന്താ കാണുന്നത്? 2-ാം അധ്യായത്തിൽ തൻ്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റിച്ചു കളയുകയും ചെയ്യുന്ന, ദാസന്മാരെ തെറ്റിച്ചു കളയുക, ദൈവജനത്തെ നശിപ്പിക്കുക, ദൈവജനത്തെ വേദപുസ്തക വിരുദ്ധമായത് പഠിപ്പിക്കുക എന്ന ആശയത്തെ കാണുവാൻ സാധിക്കും. എങ്ങനെയാണ് കൂടുതൽ ആഴമായി ഈ ഒരു ദൗത്യം വടക്കേ ദേശ രാജാവ് നടപ്പിലാക്കിയതെന്ന് അറിയാമോ? നമ്മളിത് പഠിക്കുവാൻ മനസ്സ് വെച്ചാൽ ഈ ലോകത്തുള്ള സകല സാമ്രാജ്യങ്ങളെയും സകല രാജ്യങ്ങളെയും എന്ത് ചെയ്തു? ദൈവത്തിന്റെ ജനത്തെ തന്നെയും ദൈവത്തിന്റെ വചനത്തിന്റെ വിരുദ്ധമായവയെ പഠിപ്പിച്ച് ഇന്ന് എന്തുകൊണ്ടാണ് എല്ലാവരും രഹസ്യ വരവിന് വേണ്ടി കാത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്ന് എല്ലാവരും എന്ത് ചെയ്യുന്നത്? ഒരു വലിയ ഭരണാധികാരി വരും, യേശുക്രിസ്തു രഹസ്യമായിട്ട് വരും, യേശുക്രിസ്തു ഇപ്രകാരം ചെയ്യുവാൻ ഇറങ്ങി വരും, ഒരാളെ കാണും വേറൊരാളെ കാണില്ല. ഇങ്ങനെയുള്ള പല ചിന്താഗതികൾ. മരിച്ചാൽ ഉടനെ ഒരുത്തൻ സ്വർഗത്തിലേക്ക് പോകുന്നു, മറ്റുള്ളവർ നരകത്തിലേക്ക് പോകുന്നു. എന്തുമാത്രം വിശ്വാസ വിരുദ്ധമായ വചനവിരുദ്ധമായ ആശയങ്ങളാണ് നാം ഇന്ന് ദിനവും കേട്ടുപോരുന്നത്. എന്താ കാരണം എന്നറിയാമോ? 1500കളിൽ ദൈവത്തിന്റെ ജനം ശക്തമായി നവീകരണകർത്താക്കൾ ദൈവവചനത്തെ ഉയർത്തിപ്പിടിച്ച് ഈ ലോകത്തിലെ അന്ധകാര ശക്തികളുടെ തനി സ്വഭാവത്തെ വെളിപ്പെടുത്തിയപ്പോൾ അവരെ പ്രതിരോധിക്കുവാനായി എന്താ ചെയ്തത്? വടക്കേ ദേശത്തിലെ രാജാവ് പാപ്പാത്വം ചില ആശയങ്ങളെ ഈ ലോകത്തിൽ പ്രചരിപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിന് പറയുന്ന പൊതുവായ പേരാണ് ഡിസ്പെൻസേഷണലിസം. എന്ത്? ഡിസ്പെൻസേഷണലിസം. ആ തിയറി അവരുടെ പ്രഗത്ഭന്മാരായ ചില ജസ്യൂട്ട് പുരോഹിതന്മാരുടെ സഹായത്താൽ ഈ ലോകത്തിൽ അവരുണ്ടാക്കുകയും ആ ആശയത്തെ ലോകത്തുള്ള സകല സ്ഥലങ്ങളിലും പ്രചരിപ്പിച്ച് ആ പ്രചാരണത്തിന് എന്ത് ചെയ്തു? പലരും മുൻകൈയെടുത്തു.
ഞാനിത് കൂടുതൽ പഠിക്കുവാനായിട്ട് കടന്നു പോയപ്പോൾ എന്താ സംഭവിച്ചത്? 1800-കളിൽ ജോൺ നെൽസൺ ഡാർബി എന്ന മനുഷ്യൻ ഈ ആശയത്തെ ഉണ്ടാക്കുകയും പിന്നീട് ഈ ആശയം ചില സിനിമകളിലൂടെയും ചില നോവലുകളിലൂടെയും ഒക്കെ എന്ത് ചെയ്തു? ലോകത്ത് പ്രശസ്തമായിട്ട് മാറി. ഈ ആശയങ്ങൾ സിനിമകളിലൂടെയും നോവലുകളിലൂടെയും ഒക്കെ പ്രസിദ്ധപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാവുകയും ചില ബൈബിളുകളിൽ ചില വേദപുസ്തകങ്ങളിൽ എന്ത് ചെയ്തു? ഈ ആശയങ്ങൾ ഫുട് നോട്ടായിട്ട് അവർ ഉൾപ്പെടുത്തി എല്ലാ വിശ്വാസികളും വായിക്കത്തക്ക വിധത്തിൽ. ഒരു വാക്യം വായിക്കുമ്പോൾ അതിന്റെ അർത്ഥം താഴെ ഫുട് നോട്ടായിട്ട് എഴുതി വരത്തക്ക വിധത്തിൽ അവർ ബൈബിളുകൾ പ്രസിദ്ധീകരിച്ചു. ഈ ഫുട് നോട്ടുകൾ സ്കോഫീൽഡ് ബൈബിൾ എന്ന തരത്തിൽ ലോകത്ത് പ്രചരിപ്പിക്കുകയും ഈ ആശയങ്ങളൊക്കെ ലോകത്തിൽ വ്യാപകമായി തീരുകയും ഇന്ന് നാം കേൾക്കുന്ന പല കാര്യാദികളും സത്യമാണ് എന്ന വിധത്തിൽ എല്ലാ വിശ്വാസികളും നിഷ്കളങ്കതയോടുകൂടി ഏറ്റെടുക്കുവാൻ തക്കവണ്ണം ഇടയാവുകയും ചെയ്തു. ആർക്കും അറിയില്ല അവരൊക്കെ എവിടെ തെറ്റിക്കിടക്കുന്നുവെന്ന്. ഈ ആശയങ്ങൾ അപ്രകാരം സിനിമകളിലൂടെ പ്രസിദ്ധപ്പെടുത്തുക മാത്രമല്ല, ഇന്ന് അനേകർ ഇന്ന് യൂട്യൂബ് തുറന്നാൽ കേൾക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഒരാൾ മരിച്ചു, നേരെ സ്വർഗത്തിൽ പോയി, തിരിച്ചു മടങ്ങി വന്നു, ഇതൊക്കെ പറയുന്നു. പുനർജനനത്തെ കുറിച്ച്, മരിച്ചവർക്കുണ്ടായ അനുഭവങ്ങളെ കുറിച്ച്, അവർ മുകളിൽ പോയതും അബ്രഹാമിനെ കണ്ടതും യേശുവിനോട് സംസാരിച്ചതുമായ ധാരാളം കഥകളെ നമുക്കിന്ന് യൂട്യൂബിൽ കേൾക്കുവാനായിട്ടൊക്കെ സാധിക്കും. ഈ ആശയങ്ങൾ എന്ത് ചെയ്യുന്നു? വടക്കേ ദേശത്തിലെ രാജാവ് വേദപുസ്തകത്തിന് വിരുദ്ധമായി ഈ ലോകത്തിൽ പ്രചരിപ്പിക്കുവാനും അത് പ്രസിദ്ധപ്പെടുത്തുവാനും ഒക്കെ ഇടയായി തീർന്നു. ഈ ആശയങ്ങൾ എന്ത് ചെയ്യുന്നു? ഇന്ന് ലോകത്തുള്ള എല്ലാ കോളേജുകളിലൂടെയും എല്ലാ സ്കൂളുകളിലൂടെയും എല്ലാ യൂണിവേഴ്സിറ്റികളിലൂടെയും എന്ത് ചെയ്യുന്നു? അവരുടെ പാഠ്യ പുസ്തകങ്ങളിലൂടെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. നാം അറിയാതെ ഈ ആശയങ്ങൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്ത സ്വാധീനം ചെലുത്തുന്നു. അതുകൊണ്ടാണ് ഈ സിനിമകളും ഈ നോവലുകളും ഈ പുസ്തകങ്ങളും ഈ പാഠ്യ പുസ്തകങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ജീവിതങ്ങളെ വല്ലാതെ സ്വാധീനിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. 79-ാം സങ്കീർത്തനം 1 മുതൽ വായിച്ചാൽ എന്താ കാണുന്നത്? 79-ാം സങ്കീർത്തനം 1 മുതൽ വായിച്ചാൽ അവിടെ ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ ഇപ്രകാരം പറയുന്നു. 79-ാം സങ്കീർത്തനം 1 മുതൽ, ദൈവമേ, ജാതികൾ നിന്റെ അവകാശത്തിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? കടന്നിരിക്കുന്നു. അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും യെരൂശലേമിനെ കൽക്കുന്നാക്കുകയും ചെയ്തിരിക്കുന്നു. അവർ നിന്റെ ദാസന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിന്റെ വിശുദ്ധന്മാരുടെ മാംസത്തെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തിരിക്കുന്നു. അവരുടെ രക്തത്തെ വെള്ളം പോലെ അവർ യെരൂശലേമിന് ചുറ്റും ചീന്തിക്കളഞ്ഞു. അവരെ കുഴിച്ചിടുവാൻ ആരും ഉണ്ടായിരുന്നതുമില്ല. ഞങ്ങൾ ഞങ്ങളുടെ അയൽക്കാർക്ക് അപമാനവും ചുറ്റുമുള്ളവർക്ക് നിന്നയും പരിഹാസവും ആയി തീർന്നിരിക്കുന്നു. എന്താ ചെയ്തിരിക്കുന്നത്? ഇന്ന് ദൈവവചനത്തെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് അതിലെ സത്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പിതാക്കന്മാർ നിന്ന് സത്യങ്ങളെ മറന്ന് ഇന്ന് എന്താണ് നമ്മുടെ പിതാക്കന്മാർ ഈ ലോകത്തിൽ ഉയർത്തിപ്പിടിച്ചത്? ആ സത്യങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് ദൈവ പ്രമാണങ്ങളൊക്കെയും തള്ളിക്കളഞ്ഞും തിരസ്കരിച്ചും ഇന്ന് ലോകത്തിൽ എന്ത് ചെയ്യുന്നു? അനേകരും ഇതൊന്നും സാരമില്ല, കുഴപ്പമില്ല എന്ന ചിന്താഗതികൾക്കൊത്തവണ്ണം ജീവിക്കുവാൻ തക്കവണ്ണം വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ആ വഞ്ചന ഈ ലോകത്തിൽ വടക്കേ ദേശത്തിലെ രാജാവ് ഇന്ന് ചെയ്തിരിക്കുന്നു. അവിടെ എന്താ സംഭവിച്ചത്? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പറയുകയാണ് എന്താ സംഭവിച്ചത്? അപ്രകാരം ചുഴലിക്കാറ്റ് പോലെ അവൻ അവന്റെ നേരെ വരും. അവൻ ദേശങ്ങളിലേക്ക് വന്ന് കവിഞ്ഞ് കടന്നു പോകും. അവൻ മനോഹര ദേശത്തിലേക്കും കടക്കും. 10,000 പേര് എന്ത് ചെയ്യും? ഇടറി വീഴും. ആരിടറി വീഴും? ആ സമയത്ത് 10,000 പേർ ഇടറി വീഴും. ഇവിടെ ഇടറി വീഴുന്നവർ ആരാണെന്നറിയാമോ? ദൈവത്തിന് വേണ്ടി നിൽക്കും എന്ന ഉറപ്പോടെ തീരുമാനമെടുത്ത ദൈവത്തിന്റെ ജനം അവരവിടെ ഇടറി വീഴും എന്ന് ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ പറയുന്നു. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ജനം ഇടറി വീഴുന്നത്? ഈ വടക്കേ ദേശത്തിലെ രാജാവ് എല്ലാ രാജ്യങ്ങളെയും കീഴ്പ്പെടുത്തി, മനോഹര ദേശത്തെ കീഴ്പ്പെടുത്തി, എല്ലാ ക്രൈസ്തവ രാജ്യങ്ങളെയും തന്റെ അധീനതയിൽ കൊണ്ടുവന്ന് തന്റെ ആശയങ്ങൾ അവരെ പഠിപ്പിച്ച് അവരെ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരായി തീർക്കുമ്പോൾ എപ്രകാരമാണ് 10,000 പേർ ഇടറി വീഴും എന്ന പരാമർശം ദൈവജനത്തെ ബാധിക്കുന്നത്? നമുക്ക് 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 5-7 വാക്യം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 5-7 വാക്യങ്ങൾ വായിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 1 കൊരിന്ത്യർ 10-ാം അധ്യായം എങ്കിലും അവർ മിക്ക പേരിലും എന്ത് ചെയ്തില്ല? ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ആരായി തീരേണ്ടതിന്
അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ അവർക്ക് രക്ഷപ്പെടുവാൻ, ദൈവരാജ്യത്തിന്റെ അവകാശികളായി തീരുവാൻ വലിയ അവസരം ദൈവം നീട്ടിയപ്പോൾ ആ അവസരത്തെ അവരെന്ത് ചെയ്തില്ല? പലരും വിനിയോഗിച്ചില്ല. They were not faithful to God. അവർ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയില്ല. അവരെല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു, ഒരേ ആത്മീയ ആഹാരം കഴിച്ചു. ക്രിസ്തുവാണ് അവരെ നടത്തിയത്. എങ്കിലും അവരിൽ മിക്ക പേരിലും അതേ പ്രയോഗം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലും കാണുന്നു. പലരും ഇടറി വീഴും. മിക്കവരിലും ദൈവം എന്ത് ചെയ്തില്ല? പ്രസാദിച്ചില്ല. എന്താ കാരണം? അവർ ദുർമാർഗികളായിരുന്നു, അവർ ദുർമോഹികളായിരുന്നു. They loved the world more than God. അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നുവെന്ന് അവകാശപ്പെടുമ്പോൾ ആ വിശ്വാസത്തെ വെറും പേര് മാത്രമായിട്ട് പറഞ്ഞ് ഈ ലോകത്തെ അവർ ദൈവത്തെക്കാളും അധികം സ്നേഹിപ്പാൻ, പിൻപറ്റുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 106 സങ്കീർത്തനം 20 മുതൽ വായിച്ചാൽ കാണുന്നത്, 106 സങ്കീർത്തനം, എന്തുകൊണ്ടാണ് ആ വടക്കേ ദേശത്തിലെ രാജാവ് ചുഴലിക്കാറ്റ് പോലെ നമ്മുടെ നേരെ വരുമ്പോൾ എന്തുകൊണ്ടാണ് നാം എന്ന ദൈവജനം ഇടറി വീഴുന്നതിന് കാരണം എന്താണ്? നാം വിശ്വസ്തയോടെ ദൈവത്തെ പിൻപറ്റുന്നില്ല, ദൈവവചനമാകുന്ന സത്യത്തെ നാം മുറുകെ പിടിക്കുന്നില്ല. ഇന്ന് അനേകരും എന്ത് ചെയ്യുന്നു? ദൈവ കൽപ്പനകളെ വളരെ ലഘുവായി കാണുന്നു, ദൈവ കൽപ്പനകളെ താറുമാറാക്കുന്നു. ഇന്ന് എപ്രകാരമാണോ ആദിമകാലത്തിൽ നമ്മുടെ പിതാക്കന്മാർ സത്യത്തിന് വേണ്ടി ജീവിച്ചത്, അതിനുവേണ്ടി ത്യാഗം ചെയ്തത്, അപ്രകാരമുള്ള ത്യാഗമോ പ്രവൃത്തിയോ നമ്മിൽ ഇന്ന് കാണുന്നില്ല. 106 സങ്കീർത്തനം 20 മുതൽ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുന്നു, ഇങ്ങനെ അവർ തങ്ങളുടെ മഹത്വമായവനെ പുല്ല് തിന്നുന്ന കാളയോട് സദൃശ്യനാക്കി തീർത്തു. മിസ്രൈമിൽ വലിയ കാര്യങ്ങളും ഹാമിന്റെ ദേശത്ത് അത്ഭുത പ്രവൃത്തികളും ചെങ്കടലിങ്കൽ ഭയങ്കര കാര്യങ്ങളും ചെയ്തവനായി തങ്ങളുടെ രക്ഷിതാവായ ദൈവത്തെ അവർ എന്ത് ചെയ്തു കളഞ്ഞു? അവർ മറന്നു കളഞ്ഞു. ആകയാൽ അവരെ നശിപ്പിക്കുമെന്ന് അവൻ അരുളി ചെയ്തു. എന്തുകൊണ്ടാണ് അനേകരും ഇടറി വീഴുന്നത്? അവർ ദൈവത്തെ വിശ്വസിക്കേണ്ടത് പോലെ വിശ്വസിച്ചില്ല, അവർ ദൈവത്തെ മറന്നു കളഞ്ഞു. എന്താ കാരണം? വടക്കേ ദേശത്തിലെ രാജാവ്, ഈ വടക്കൻ രാജാവ് വലിയ അന്ധകാരം, വലിയ അന്ധവിശ്വാസം, വലിയ വചനവിരുദ്ധതകളെ ഈ ലോകത്തിൽ കെട്ടിയിറക്കിയപ്പോൾ അതിന്റെ പിന്നാലെ ചെന്ന് അത് കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയും അതിനോട് കൂറു പുലർത്തി. എന്തുകൊണ്ടാണ് ഇന്ന് യൗവനക്കാർക്കാർക്കും ദൈവത്തോട് താല്പര്യമില്ലാത്തത്? എന്താണെന്ന് അറിയാം കാരണം? അതിന് കാരണം അവർ പഠിക്കുന്ന കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും എന്ത് ചെയ്യുന്നു? പാപ്പാത്വത്തിന്റെ, സത്യം പറഞ്ഞാൽ ഇന്ന് ഈ ലോകത്തിൽ നാം അനുവർത്തിക്കുന്ന വിദ്യാഭ്യാസ ശൈലി എന്നത് പേപ്പൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ്, ബാബിലോണിയൻ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ആണ്. അവിടെയാണ് എന്തുള്ളത്? ദൈവത്തെയല്ല, മറിച്ച് ഈ ലോകത്തെയും ലോകത്തിന്റെ കാര്യകാരണങ്ങളെയും കൂടുതൽ ആശ്രയിച്ച് വിശ്വസിക്കുവാൻ മനസ്സ് വയ്ക്കുന്നു. അവിടെ എന്തില്ല? ദൈവത്തിന് സാന്നിധ്യമില്ല, അവിടെ ദൈവത്തിന് പ്രാധാന്യമില്ല. അതുകൊണ്ടാണ് ആ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ പോയി പഠിച്ച് ഇറങ്ങി വരുന്ന വിദ്യാർത്ഥികളിൽ എന്തില്ല? പഴയ ആത്മീയ അനുഭവങ്ങളില്ല. അവർക്ക് ദൈവത്തോടോ ദൈവസഭയോടോ ദൈവത്തിന്റെ വചനത്തോടോ യാതൊരു താല്പര്യമില്ല. എന്താ കാരണം? അവരെ അപ്രകാരം എന്ത് ചെയ്യുന്നു? അവരുടെ പുസ്തകങ്ങളിലൂടെ പഠിപ്പിച്ച് അവരെ വാഷ് ചെയ്ത് എന്ത് ചെയ്യുന്നു? അപ്രകാരം മാറ്റിയെടുക്കുന്നു. അവർ ഇടറി വീഴുന്നവരായി മാറുവാൻ എന്താ കാരണം? അവർ ദൈവത്തെ വിശ്വസ്തയോടെ പിൻപറ്റുവാൻ തക്കവണ്ണം മനസ്സ് വെച്ചില്ല. ആവർത്തന പുസ്തകം 28-ാം അധ്യായം, ആവർത്തന പുസ്തകം 28-ാം അധ്യായം 14-15 വാക്യങ്ങൾ, ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യദൈവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ എന്ത് ചെയ്യരുത്? മാറരുത്. എന്നാൽ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്ക് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെ നിന്റെ മേൽ വരുത്തും. ഇതെന്താ സംഭവിക്കുന്നത്? ഈ ലോകത്തിൽ ദൈവത്തിന്റെ ജനത്തെ പിശാച് വഞ്ചിച്ചിരിക്കുന്നു. വചന സത്യങ്ങളെ മനസ്സിലാക്കുവാൻ മനസ്സില്ലാതെ ഇന്ന് ഏത് സത്യത്തിന് വേണ്ടിയാണോ നമ്മുടെ പിതാക്കന്മാർ ജീവനെ കൊടുത്തത്, ആ സത്യങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് ഈ ലോകത്തിലെ സകല ദുരാത്മാവിന്റെയും പഠിപ്പീരുകളെ, ദുരാത്മാവിന്റെ പ്രേരണകൾക്ക് വശംവദരായി അവിശ്വസ്തരായി ഈ ലോകത്തെ പ്രിയം വെച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലോ ദൈവത്തിന്റെ വരവിലോ യാതൊരു താല്പര്യവുമില്ലാതെ അവൻ ചുഴലിക്കാറ്റ് പോലെ ലോകരാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയപ്പോൾ ആ ചുഴലിക്കാറ്റിൽപ്പെട്ട് നാമും ആടി ഉലയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു.
നിങ്ങൾക്കറിയാമോ, ഗ്രേറ്റ് കോൺട്രവേഴ്സി എന്ന പുസ്തകത്തിൽ എലൻ വൈറ്റ് ഇപ്രകാരം എഴുതുവാൻ തക്കവണ്ണമിടയായി, ഈ കൊടുങ്കാറ്റ് സമീപിക്കുമ്പോൾ, ഈ ചുഴലിക്കാറ്റ് നമ്മുടെ നേരെ സമീപിക്കുമ്പോൾ മൂന്നാം ദൂതന്റെ ദൂതിൽ വിശ്വാസമുണ്ടെന്ന് നേരത്തെ വിളംബരം ചെയ്യുകയും, ശ്രദ്ധിച്ചോണേ, ഈ ചുഴലിക്കാറ്റ് നമ്മുടെ നേരെ ആഞ്ഞടിക്കുമ്പോൾ നേരത്തെ മൂന്നാം ദൂതന്റെ ദൂതിൽ വിശ്വാസമുണ്ടെന്ന് വിളംബരം ചെയ്യുകയും, എന്നാൽ സത്യാനുസരണത്താൽ വിശുദ്ധീകരിക്കപ്പെടാത്തവരുമായ ഒരു കൂട്ടം സഭ വിട്ട് എതിർപക്ഷത്തോട് ചേരും. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? സത്യം അറിയുക മാത്രം ചെയ്തിട്ട് ഒരു പ്രയോജനവും ഇല്ല. പിശാചിനും എന്തറിയാം? സത്യം അറിയാം. അതുകൊണ്ട് അവൻ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു ഗുണവുമില്ല. ഇവിടെ എന്തുകൊണ്ട് നാം വീണു പോകുന്നു? എന്തുകൊണ്ടാണ് ഇടറി വീഴുന്നത്? കാരണം സത്യം അറിയാം എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ അറിയുന്ന സത്യത്താൽ എന്ത് ചെയ്യപ്പെടുന്നില്ല? അവർ സ്വയം വിശുദ്ധീകരിക്കപ്പെടുന്നില്ല. അറിയുന്ന സത്യത്തിനൊത്തവണ്ണം ജീവിച്ച് ആ സത്യങ്ങളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി യേശുവിന്റെ സ്വഭാവത്തിന് അനുരൂപരാകുവാൻ അനേകരും മനസ്സ് വയ്ക്കുന്നില്ല. അതുകൊണ്ടാണ് ആത്മീയ ഇസ്രായേൽ എതിർത്ത് അല്ലെങ്കിൽ അവർ വീണു പോയത്. അതുകൊണ്ടാണ് ആക്ഷരിക ഇസ്രായേൽ ജനം നഷ്ടപ്പെട്ടു പോയത്. എന്താ കാരണം? അവർ ദൈവത്തെ അറിയാമെന്ന് അവകാശപ്പെട്ടു. എന്നാൽ ദൈവത്തിന്റെ വചന സത്യങ്ങളെ അവർ ഒരിക്കലും എന്ത് ചെയ്തില്ല? പിൻപറ്റിയില്ല. അവർ ജീവിച്ചില്ല. അവർ ജീവിപ്പാൻ മറന്നുപോയി. അതുകൊണ്ട് അവർ വീണു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു എന്ന് നമ്മെ തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. 10,000 പേര് എന്ത് ചെയ്യും? ഇടറി വീഴും. എങ്കിലും ഏദോമും മോവാബും അമോന്യ ശ്രേഷ്ഠന്മാരും അവന്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യും? വഴുതി പോകും. ആരാണ് ഈ വഴുതി പോകുന്ന 3 കൂട്ടർ എന്നറിയാമോ? ദൈവജനം സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ മനസ്സില്ലാതെ സത്യത്തെ ആരും എന്ത് ചെയ്യുന്നില്ല? എന്നനുസരിക്കുന്നില്ല. വെറുതെ പള്ളിയിൽ പോകുന്നു, വെറുതെ പോയി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി തിരിച്ചു മടങ്ങിപ്പോകുന്നു. എന്നാൽ സത്യത്തെ ജീവിക്കുവാനായി, സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാനായി ഒരു സമർപ്പണം അത് നമ്മിൽ ഇന്ന് ഈ അന്ത്യകാലത്ത് ആവശ്യമായിട്ടുണ്ട്. ഏത് സത്യത്തിന് വേണ്ടിയിട്ടാണോ നവീകരണ കർത്താക്കൾ അവരുടെ ജീവനെ പോലും പണയപ്പെടുത്തിയത്, ഏത് സത്യത്തിന് വേണ്ടിയാണോ ജെറോമും ഹസ്സും ജീവനോടെ ചുട്ടിരിക്കപ്പെട്ടത്, ആ സത്യത്തിന് വേണ്ടി ജീവിക്കുവാൻ ഈ അന്ത്യകാലത്ത് ദൈവജനത്തിന് സാധിച്ചില്ല എങ്കിൽ നാം എന്തൊക്കെ ഈ ലോകത്തിൽ അറിയാമെന്ന് അവകാശപ്പെട്ടാലും വടക്കേ ദേശത്തിലെ രാജാവ് ചുഴലിക്കാറ്റ് പോലെ നമ്മുടെ നേരെ വരുമ്പോൾ നാം ഇടറി വീഴുവാൻ ഇടയായി തീരും. ഈ ലോകത്തെ അല്ല നാം പ്രിയം വെക്കേണ്ടത്, ദൈവത്തെ, ദൈവരാജ്യത്തെ നാം പിൻപറ്റുവാൻ തക്കവണ്ണം ദൈവം നമ്മെ വിളിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഏദോമ്യർ ആരായിരുന്നു? ഏശാവിന്റെ സന്തതികൾ. ഏദോമ്യർ ആരാ? ഏശാവിന്റെ സന്തതികൾ. മോവാബ്യരും ആമോന്യരും ആരാ? ലോത്തിന്റെ വംശാവലി. ഇവരൊക്കെ ദൈവജനവുമായി ബന്ധമുള്ളവരാണ്. ഇവർ വഴുതി പോകും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ആരൊക്കെ? മോവാബ്യരും അമോന്യരും ഏദോമ്യരും എന്ത് ചെയ്യപ്പെടും? വഴുതി പോകും. ആരുടെ കയ്യിൽ നിന്ന്? വടക്കേ ദേശത്തിലെ രാജാവ് ചുഴലിക്കാറ്റ് പോലെ വന്ന് രാജ്യങ്ങളെയും ദൈവജനത്തെയും ഒക്കെ കീഴ്പ്പെടുത്തുമ്പോൾ, എല്ലാ ദൈവത്തിന്റെ ജനവും അപ്രകാരം ഇടറി വീഴുമ്പോൾ ഏദോമ്യരും മോവാബ്യരും അമോന്യ ശ്രേഷ്ഠന്മാരും എന്ത് ചെയ്യും? വഴുതി പോകും. ഈ 3 പേരും ആരാ? ദൈവജനം അല്ല എങ്കിലും ദൈവജനത്തോട് ബന്ധമുള്ളവരാണ്. ആരാ ഈ ബന്ധമുള്ളവർ? ഏശാവിന്റെ സന്തതികളും അതുപോലെ ലോത്തിന്റെ സന്തതികളും. അതിനർത്ഥം എന്തെന്നറിയാമോ? അന്ത്യകാലത്ത് അവസാന നാളുകളിൽ ദൈവജനം എന്ന് അവകാശപ്പെടുന്ന ആയിരക്കണക്കിന് പേർ ഇടറി വീഴുമ്പോൾ, അവർ ജീവിക്കാതെ സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ പൂർണ്ണ സമർപ്പണമില്ലാത്തത് കൊണ്ട്, അവിശ്വസ്തരായി നിലനിന്നത് കൊണ്ട് അവർ ഇടറി വീഴുമ്പോൾ ദൈവജനമല്ലാത്ത അനേകർ, അമോന്യർ, മോവാബ്യർ, ഏദോമ്യർ, അവർ ദൈവജനത്തോട് ബന്ധമുള്ളവരാണ്. എന്നാൽ ദൈവജനമല്ലായിരുന്നു. എന്നാൽ ബന്ധമുള്ളത് കൊണ്ട് അവർക്ക് സത്യത്തെക്കുറിച്ച് ചെറിയ അറിവുണ്ട്. ആ സത്യം അവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അന്ത്യകാലത്ത് ചുഴലിക്കാറ്റ് പോലെ ഈ രാജാവ് ദേശങ്ങളെ കവിഞ്ഞ് കടന്നു പോകുമ്പോൾ ഈ ജാതീയ അമോന്യരും മോവാബ്യരും ഏദോമ്യരും ദൈവത്തെ പിൻപറ്റി ദൈവസഭയിൽ കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായി തീരുകയും ചെയ്യും. അവസാനത്തെ ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. 2-ാം അധ്യായം, യെശയ്യാവിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം. യെശയ്യാവിന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം. സമയക്കുറവ് നമുക്ക് ധാരാളമുണ്ട്. 2-ാം അധ്യായം യെശയ്യാവിന്റെ പുസ്തകം 2-ാമത്തെ വാക്യം. അന്ത്യകാലത്ത്, ഏത് കാലത്ത്? അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. എന്നിട്ടോ
സകല ജാതികളും അതിലേക്ക് എന്ത് ചെയ്യും? ഒഴുകിച്ചെല്ലും. എന്തിനാ ഒഴുകിച്ചെല്ലുന്നത്? അനേക വംശങ്ങളും ചെന്ന് വരുവീൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിൻ ദൈവത്തിന്റെ ആലയത്തിലേക്ക് എന്ത് ചെയ്യാം? കയറി ചെല്ലാം. അവൻ നമുക്ക് തൻ്റെ വഴികളെ ഉപദേശിക്കുകയും നാം അവൻ്റെ പാതകളിൽ നടക്കുകയും ചെയ്യും എന്ന് പറയും. എവിടെ നിന്ന് വരുന്നു? സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അന്ത്യകാലത്ത് ആയിരക്കണക്കിന് പേർ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കടന്നു വരും. ആയിരക്കണക്കിന് പേർ. വചനം പറയുകയാണ്, സകല ജാതികളും, all nation will flow unto God's church. അനേക ജാതികൾ അതിലേക്ക് ഒഴുകി ചെല്ലും എന്ന് തിരുവെഴുത്തുകൾ പഠിപ്പിക്കുന്നു. ഒഴുകി വരുന്ന ആയിരക്കണക്കിന് ജാതികൾ ഒരു ഭാഗത്ത്, എന്നാൽ ദൈവജനം എന്ന നിലയ്ക്ക് വിളിക്കപ്പെട്ടവർ ഓരോരുത്തരായി ഇടറി വീഴുന്ന കാഴ്ച മറുഭാഗത്ത്. പ്രിയപ്പെട്ടവരെ, നമ്മെ ദൈവം തെരഞ്ഞെടുത്തതും വിളിച്ചതും ഈ ലോകത്തിൽ ആത്മീയ പോരാട്ടത്തിന്റെ ആ മധ്യത്തിൽ ഇടറി വീഴുവാനായിട്ടല്ല. എന്തിനായിട്ടല്ല? ഇടറി വീഴുവാനായിട്ടല്ല. നാം ദൈവത്തെ പിൻപറ്റിയത് ഈ ലോകത്തിൽ ഇടറി വീഴുവാനായിട്ടല്ല, എഴുന്നേറ്റ് ജീവനെ അവകാശമാക്കുവാൻ. എന്തിനു വേണ്ടി? ഈ ലോകത്തിൽ ഇടറി വീഴുവാനായിട്ടല്ല. ജാതികളല്ല നമുക്ക് പകരം കയറി ദൈവത്തിന്റെ അവകാശം പിൻപറ്റേണ്ടിയത്. സത്യത്തെ നാം എന്തുകൊണ്ട് വിശ്വസിച്ചുവോ ആ സത്യത്തെ ജീവൻ കൊടുത്തും സ്നേഹിപ്പാൻ, അതിനുവേണ്ടി ജീവിപ്പാൻ, ത്യാഗം ചെയ്യുവാൻ നമ്മുടെ പിതാക്കന്മാർ ജീവനെ പോലും പണയപ്പെടുത്തി സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ ഇടയായതുപോലെ നാം ഇടറി വീഴുവാനുള്ളവരല്ല. ഇടറി വീഴുമെന്ന് വചനം പറയുന്നു. എന്നാൽ അവരിൽ നാം എണ്ണപ്പെടുവാൻ പാടില്ല. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ള യോഗങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുവാൻ തക്കവണ്ണം ഇടയായത്. അനേകരും ഇടറി വീഴും. ആ ഇടറി വീഴുന്ന കൂട്ടരിൽ ഞാനും നിങ്ങളും ഉണ്ടാകുമോ? ആയിരക്കണക്കിന് ജാതികൾ ദൈവത്തിന്റെ അടുത്തേക്ക് കടന്നു വരും. ഏദോമ്യരും അമോന്യരും മോവാബ്യരും ഒക്കെ വഴുതി മാറി ദൈവത്തോട് പറ്റിച്ചേരുമ്പോൾ ഇടറി വീഴുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടാകുമോ? നിങ്ങളുണ്ടാകുമോ? നമ്മുടെ ജീവിതം ഇന്ന് പ്രകാരമാണ്. ദൈവം നമ്മെ ബോധ്യപ്പെടുത്തിയ സത്യത്തിനൊത്തവണ്ണം നാം ഇന്ന് ജീവിക്കുന്നവരാണോ? നമ്മെ പരിശോധിച്ചാൽ നമുക്ക് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ദൈവം എന്നെ ബോധ്യപ്പെടുത്തിയ സത്യത്തിനൊത്തവണ്ണം ഞാൻ ഇന്ന് സത്യത്തിൽ ജീവിക്കുന്നില്ല. അതാണ് ശരി, അതാണ് യാഥാർത്ഥ്യം. ഏത് സത്യമാണോ 21 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കണ്ണുകൾക്ക് ദൈവം എന്നെ ബോധ്യപ്പെടുത്തിയത്, ഏത് സത്യത്തെ പിൻപറ്റുവാനാണോ സകല ജാതീയ വിശ്വാസവും ഇട്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്, ആ സത്യത്തിന്റെ ജീവിതം ഇന്ന് സഭകളിൽ കാണുന്നില്ല. ആ സത്യത്തിന് വേണ്ടി ജീവിക്കുന്നവരെ ഇന്ന് ദേശത്തിൽ കാണുന്നില്ല. ഏത് സത്യത്തിന് വേണ്ടിയാണോ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാർ ഈ ലോകത്തിൽ വിളിക്കപ്പെട്ടത്, ആ സത്യത്തിന് വേണ്ടി അവർ ജീവിക്കുന്നില്ല. ആരെയോ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി, ആരെയൊക്കെയോ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി, ഒരുപക്ഷെ അല്പം ചില നാണയത്തൊട്ടുകൾക്ക് വേണ്ടി ഈ സത്യത്തെ അവർ മതിച്ചു കളഞ്ഞിരിക്കുന്നു. സത്യത്തിൽ ജീവിക്കുവാൻ, സത്യത്തിന് വേണ്ടി നിലനിൽക്കുവാൻ, എന്തും ത്യാഗം ചെയ്യുവാൻ നാം പഴയ അനുഭവത്തിലേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ ഇടറി വീഴുന്നവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഒരുപക്ഷെ കണ്ടുപോയേക്കാം. നമുക്ക് തീരുമാനിക്കാം, ഇടറി വീഴുന്നവനായി ഞാൻ നിലനിൽക്കണമോ അതോ ദൈവരാജ്യത്തിൽ അവകാശികളായി ദൈവത്തെ എതിരേൽപ്പാൻ തക്കവണ്ണം നിൽക്കണമോ? തീരുമാനം എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്നു. ഇന്ന് എനിക്ക് ദൈവം ബോധ്യപ്പെടുത്തിയ സത്യത്തിനൊത്തവണ്ണം ഞാൻ ജീവിക്കുന്നുണ്ടോ? എൻ്റെ ആഹാരം, എൻ്റെ ജീവിതം, എൻ്റെ ജീവിത ശൈലികൾ, എൻ്റെ അനുഭവങ്ങൾ, എൻ്റെ സ്വഭാവങ്ങൾ, എൻ്റെ ശീലങ്ങൾ, എൻ്റെ ചിന്തകൾ, ഇവയൊക്കെ ദൈവത്തിന്റെ വചനത്തിനൊത്തവണ്ണമാണോ? അല്ലെങ്കിൽ ഞാൻ സഞ്ചരിക്കുന്നത് ഇടറി വീഴുവാനുള്ളവന്റെ പാതയിലൂടെയാണ്? ഇടറി വീഴുക തന്നെ ചെയ്യും. ആ ചുഴലിക്കാറ്റ് നേരെ അടിക്കുമ്പോൾ ഇടറി വീഴാതിരിക്കണമെങ്കിൽ ദൈവം നമ്മെ ബോധ്യപ്പെടുത്തിയ സത്യത്തിൽ ജീവിക്കുവാനായി നാം തീർച്ചയായും സമർപ്പിക്കണം. ഇനിയും നാളേക്ക് മാറ്റിവെക്കുവാൻ സമയമില്ല. സമയം ഏതാണ്ട് കഴിയാറായി. എഴുന്നേറ്റ് സമർപ്പണത്തോടെ ആ പോരാട്ടത്തിൽ നിൽക്കുവാൻ സാധിക്കേണ്ടതിന്, ആർക്ക് നിൽക്കുവാൻ കഴിയും? നിൽക്കുവാൻ കഴിയേണ്ടതിന് നമുക്ക് ഇന്ന് രാത്രിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, ഇടറി വീഴുന്നവനായി തീരുവാനല്ല ഞാൻ വിളിക്കപ്പെട്ടത്. ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കും, സത്യത്തിന് വേണ്ടി ഞാൻ നിലനിൽക്കും. അങ്ങനെ തീരുമാനം ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ. ആ തീരുമാനത്തോടെ നമ്മെ തന്നെ സമർപ്പിപ്പാൻ, എന്തൊക്കെ സംഭവിച്ചാലും ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കും എന്നൊരു തീരുമാനം ഇന്ന് രാത്രിയിൽ കൈക്കൊണ്ട് നിലനിൽക്കുവാനായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.